All the teachers indeed have taken a lot of trouble to get this program organized. Very often that we are going before the presentation of various art forms, there will be introductions. The teachers and others will give introduction to the program. So it is very important that we take note of what we hear. And when you present an assignment, all of you are required to present an assignment as part of your Malayalam FA3 assessment. So today is that day to learn. So as they speak to us, listen very carefully to what they tell us. And what are they trying to depict? Through their actions, what meaning they are communicating. So just enough to watch with our eyes. As we watch with our eyes, we need to think what they are performing, what they are trying to communicate. Life is very rich. Okay? Life has various aspects. And we need to experience the richness of our life as it is presented on the stage. So will you? Yes. We have spent a lot of time, we have spent a lot of energy, and we have spent a lot of money too for organizing this program. To contribute, very especially our dear beloved teachers. ഒരു കാലഘട്ടത്തിലെ സമൂഹത്തിന്റെ കൂട്ടായ്മയും സന്തോഷവും സങ്കടവും ഒക്കെ പങ്കുവെച്ച കലകളുടെ മേള. നമ്മുടെ സംസ്കാരത്തിന്റെ തനിമയും തെളിമയും വിളിച്ചോതുന്ന ആ കലകളുടെ പേരുകൾ പോലും നമുക്കിന്ന് പുതുമയാണ്, അല്ലെങ്കിൽ കേട്ടുകേൾവി മാത്രമാണ്. എങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതിന്റെ അംശങ്ങൾ നാം അറിഞ്ഞോ അറിയാതെയോ ആചാരങ്ങളും വിശ്വാസങ്ങളുമായി അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവാം. ന്യൂ ജനറേഷൻ നൂറ്റം കൊള്ളുന്ന നമുക്കും ഒരു തിരിഞ്ഞുനോട്ടം ആവശ്യമില്ലേ? മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ കലാസമ്പത്തിനെ തിരിച്ചെടുക്കേണ്ടേ, അടുത്തറിയണ്ടേ? പ്രൊജക്ടിന്റെയും സെമിനാറിന്റെയും തിരക്കിനിടയിലും ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് നമ്മുടെ ഭാഗ്യമെന്ന് പറയാതെ വയ്യ. ഈ കലാവിരുന്ന് അതിന്റെ തനിമയോടെ ആവോളം നമുക്ക് ആസ്വദിക്കാം. ആദിമധ്യാന്തം ഈ വേദി ഈശ്വര സാന്നിധ്യം നിറഞ്ഞു നിൽക്കാൻ നമുക്കൊരു നിമിഷം കൈകൾ കൂപ്പാം. ചന്ദമേറിയ പൂവിലും ശബളാഭമാശലഭത്തിലും ചന്ദമേറിയ പൂവിലും ശബളാഭമാശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരും കടാക്ഷമാലകളക്കരശ്മി നീട്ടിയും ഹന്തചാരു കടാക്ഷമാലകളക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. മറാഠി
അടുത്തതായി വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, അധ്യാപക സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, മാധ്യമ പ്രവർത്തകരെ, ഈ ടാഗോർ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സപ്തഭാഷകളുടെ സംഗമ ഭൂമിയായ കാസർഗോഡിന്റെ മണ്ണിൽ ഒരു പുതിയ തുടക്കത്തിന് ഈ മേഖലയിൽ 20 വർഷം കഴിഞ്ഞ് പ്രൗഢമായ തലയെടുപ്പോടുകൂടി പാഠ്യേതര രംഗത്ത് തിളങ്ങി നിൽക്കുന്ന നമ്മുടെ വിദ്യാലയം ഒരു ചുവടുവയ്പ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നുള്ള ഒരു സങ്കല്പത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെയെല്ലാം ചില കാഴ്ചപ്പാടുകൾ 4 ചുവരുകൾക്കുള്ളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഒതുങ്ങിച്ചേരുകയും തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു വ്യാജ പ്രചരണം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതല്ല എന്ന് വെളിവാക്കുന്ന തരത്തിലുള്ള പരിപാടികളുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ വിദ്യാലയം മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ നമ്മുടെ പ്രദേശങ്ങളിൽ സജീവമായിക്കൊണ്ടിരുന്ന നാടൻ കലകൾ പാശ്ചാത്യ കലകളുടെ സന്നിവേശം വന്നപ്പോൾ നാടൻ കലകളുടെ തനിമ നശിച്ചു പോവുകയും നമ്മൾ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമായി അവതരിപ്പിച്ചിരുന്ന നാടൻ കലകളൊക്കെ അതിൻ്റെ ചൂടും ചൂരും തനിമയും നഷ്ടപ്പെട്ട് വേറെ ഏതൊക്കെയോ ചില കലകൾ നമ്മളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത്. രണ്ടാമത്തെ ഘട്ടം, നാടൻ കലകൾ ആവശ്യമാണെന്നുള്ള ഘട്ടം വന്നപ്പോൾ ഈ നാടൻ കലകളെ വിറ്റ് കാശാക്കുന്നതിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രത്യേക സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ടാഗോർ പബ്ലിക് സ്കൂൾ നാടൻ കലകളുടെ തനിമ പരിശോധിക്കുന്നതിന് വേണ്ടിയും പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. തീർച്ചയായിട്ടും ഈ ഒരു ആശയം ബഹുമാനപ്പെട്ട മാനേജ്മെന്റ്, വിശിഷ്യ ചെയർമാൻ ശ്രീ ചാക്കോ കുരുവിള അവരുടെ മുൻപിൽ പ്രിൻസിപ്പളും ഞങ്ങൾ എല്ലാവരും കൂടി ഈ ആശയം അവതരിപ്പിക്കുന്ന സമയത്ത് നല്ല പിന്തുണയും ഇതിനോട് എല്ലാ ആളുകളുടെയും സഹകരണം പൂർണ്ണമായി നടത്തിക്കൊണ്ട് ഒരു മേളയാക്കി മാറ്റണം എന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. നമ്മുടെ രക്ഷിതാക്കളൊക്കെ തന്നെ തുടർന്നുള്ള പരിപാടികൾ കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഇത് വിദ്യാർത്ഥികൾക്ക് ഒരു സെമിനാർ എന്ന രീതിയിൽ നമുക്ക് പരിചയപ്പെടാൻ കൂടി സാധ്യതയുണ്ട്. ഒരുപക്ഷെ മംഗലംകളിയും കണ്യാറുകളിയും മറത്തുകളിയും കാക്കാരിശി നാടകവും ഒക്കെ കണ്ട് പരിചയപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ നമ്മുടെ സമൂഹം മറാഠി വിഭാഗത്തിന്റെ സത്ക്രിയയും നാടോടിപ്പാട്ടിന്റെ യഥാർത്ഥ ശീലുകളും പൂരക്കളിയുടെ മെയ്വഴക്കവും സർപ്പപ്പാട്ടും ഒടിയേറ്റും എന്തിനു വേണ്ടിയാണ് കാവുകളിലും തിറകളിലും നടത്തിക്കൊണ്ടിരുന്നത് എന്നതിനെ കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം കൂടി നമ്മളിവിടെ നൽകുന്നുണ്ട്. അടിമ ഉടമകളുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഭാഷ പോലും ശരിയായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി അവകാശമില്ലായിരുന്നു. ഭാഷ വരേണ്യവർഗത്തിൻ്റെതായി മാറുമ്പോൾ നമുക്കുപയോഗിക്കുന്ന ഭാഷകൾ പോലും കലകളിൽ പോലും കഥകളിയിലും മറ്റുള്ള കൂടിയാട്ടത്തിലും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷാപദങ്ങൾ കണ്യാർകളിയിലും മറത്തുകളിയിലും കാക്കാരിശി നാടകത്തിലും പ്രയോഗിക്കാൻ പോലും സമ്മതിക്കാത്ത ഒരു ജനവിഭാഗത്തിന്റെ അടിമകളായിരുന്നു നമ്മൾ. ഇത് മാറ്റിയെടുക്കാൻ വേണ്ടി ശക്തമായ ഒരു പോരാട്ടവും ഒരു കൂട്ടായ്മയും നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് മുന്നേറാൻ സാധിച്ചത്. നാങ്കളെ കൊത്തിയാലും ചോരേന്റെ നിറം ചോപ്പല്ലേ, നീങ്കളെ കൊത്തിയാലും ചോരേന്റെ നിറം ചോപ്പല്ലേ എന്ന് ഒരു താഴേക്കിടയിലുള്ള ഒരു ജാതിക്കാരന് വിളിച്ചു ചോദിക്കാൻ വേണ്ടി കഴിഞ്ഞത് ഒരു നാടൻ കലയിലൂടെയാണ്. നേരിട്ട് പോയി ജന്മിയുടെ മുമ്പിൽ ഒരുപക്ഷെ ഈ ചോദ്യം ചോദിച്ചാൽ തലയില്ലാതെ തിരിച്ചു വരേണ്ടവരായി മാറിയവരാണ് നമ്മൾ. കൂടുവിട്ട് ജന്മിയുടെ പറമ്പിൽ പണിയെടുക്കാൻ വേണ്ടി പോയി ജന്മി നമുക്ക് നേരെ നേരിടുന്ന എല്ലാ ഭയങ്കരമായ കൊടും ക്രൂരതകളും
അവിടെ പറയാൻ വേണ്ടി കഴിയാതെ വരുമ്പോൾ തന്റെ ഭവനത്തിൽ വന്ന് ഭാര്യയോടും കുട്ടികളോടും പാട്ടിന്റെയും ശീലുകളുടെയും ഭാഗമായി അവതരിപ്പിക്കുകയും കൂട്ടായ്മയുടെ ഭാഗമായി പുതിയ കലാരൂപങ്ങൾ അരങ്ങേറുകയും ചെയ്തു. ജന്മിയുടെ പറമ്പിൽ പോയി വെള്ളരി നട്ടപ്പോൾ ജന്മി പറഞ്ഞു, 100 വെള്ളരി കിട്ടിയാൽ 80 വെള്ളരി എനിക്ക് തരണം, 20 വെള്ളരി മാത്രം നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളുക. മറുത്തൊന്നും പറയാൻ വേണ്ടി കഴിയാത്തത് കൊണ്ട് ജന്മിയെ പരിഹസിച്ചുകൊണ്ട് വെള്ളരി നട്ട ആ പാടത്ത് വെള്ളരിക്ക നാടകം അരങ്ങേറി. വെള്ളരിക്ക നാടകത്തിലൂടെ ജന്മിയുടെ ക്രൂരതയ്ക്കെതിരായി വാക്കുകൾ പ്രയോഗിച്ചു. ഇങ്ങനെയൊരു നാടൻ കലാ പാരമ്പര്യം നമുക്കുണ്ട്. ഇവിടെ നാടൻ കലകളെ സംബന്ധിച്ചുകൊണ്ട് പ്രഗത്ഭമായി സംസാരിക്കാൻ കഴിവും ശേഷിയും പ്രാഗൽഭ്യമുള്ള ആളുകൾ ഈ വേദിയിലുള്ള ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാടൻ കലകളുടെ സവിശേഷതയും അതിന്റെ പ്രാരംഭഘട്ടം മുതലുള്ള സവിശേഷതയൊക്കെ തന്നെ സൂചിപ്പിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇത് സംഘടിപ്പിക്കുവാനും ഇത്തരത്തിൽ മുന്നോട്ട് പോകാനും എല്ലാവിധ സഹായങ്ങളും നൽകി തന്ന ഈ മാനേജ്മെന്റിനോടും അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ആളുകളോടും ആദ്യമായി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ PTA-യുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഇതിന് ഇന്നലെ 2-3 ദിവസക്കാലമായിട്ട് ഇതിന്റെ തനതായ രൂപം കെട്ടിയെടുക്കുന്നതിന് വേണ്ടിയും ഒരാഡംബര പ്രൗഢിയോടുകൂടിയുള്ള അലങ്കാരങ്ങളൊന്നും പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഡ്രൈവിംഗ് മേഖലയിലുള്ള ഡ്രൈവേഴ്സ് സുഹൃത്തുക്കൾ വളരെയധികം നല്ല മനോഹരമാക്കി ഈ വേദിയും നമ്മുടെ സ്കൂളിന്റെ മുൻഭാഗത്തും ഒക്കെ നന്നായി ചെയ്തതും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. ഞാൻ എന്റെ കടമയിലേക്ക് തന്നെ കിടക്കുകയാണ്. ഈ നാടൻ കലാമേള ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ജില്ലയുടെ തന്നെ കവിയും സാംസ്കാരിക പ്രഭാഷകനും മലയാറ്റൂർ അവാർഡ്, തുളുനാട് അവാർഡ്, അതുപോലെ തന്നെ അധ്യാപക ലോകത്തിന്റെ വിവിധങ്ങളായ അവാർഡുകൾ നേടിയിരിക്കുന്ന CM വിനീന്ദ്രൻ മാസ്റ്ററാണ്. ചെറുപ്പത്തിൽ ക്യാമ്പുകളിലൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ, പിന്നീട് പുസ്തകശാലകളിൽ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, കുറേയധികം പുസ്തകങ്ങൾ, കവിതാ പുസ്തകങ്ങളും മറ്റു പുസ്തകങ്ങളും ഒക്കെ കാണുമ്പോൾ അഭിമാനം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ നാടൻകല മേള ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹത്തിന് കിട്ടിയതൊരു ഭാഗ്യമായി കരുതുകയും ചെയ്തു. ഈ പരിപാടിയിലേക്ക് ഞാൻ CM വിനീന്ദ്രൻ മാസ്റ്ററെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മണാർജെ മറാഠി എന്ന ഒരു പുസ്തക പ്രകാശനം ഇവിടെ നിർവഹിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്ത് മറാഠി സംസാരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. മറാഠി സംസാരിക്കുന്ന വീടുകളിൽ പോലും ഇപ്പോൾ ആ ഭാഷ സംസാരിക്കാതെ മലയാളവും മറ്റു ഭാഷകളും സംസാരിച്ച് നല്ല മനോഹരമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു ആ ഭാഷ തന്നെ ചിലപ്പോൾ അന്യം നിന്ന് പോകരുത് എന്നുള്ളത് കൊണ്ട് മലയാളത്തിലൂടെ തന്നെ ഈ മറാഠി ഭാഷ എങ്ങനെ പഠിച്ചെടുക്കാവുന്നു, നമ്മുടെ സഹോദരി സഹോദരന്മാരോട് അവരോട് സംസാരിക്കാൻ വേണ്ടി ഈ ഭാഷ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുസ്തകത്തിന്റെ ആദ്യ പതിപ്പാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. മറാഠി നാടൻ കലാകാരനും ഈ രംഗത്ത് ഗവേഷണം വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അണ്ണപ്പ നായിക്ക് അവർ ആണ് ഇത് പ്രകാശനം ചെയ്തത്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ ഫ്രാൻസിസ് കെ മാണി അവറുകളാണ്. ഈ മേളയും കഴിഞ്ഞ വർഷം നമ്മുടെ മനസ്സുകളിൽ ഒരുപക്ഷെ ഇപ്പോഴും തിളങ്ങി നിൽക്കുന്ന പുഷ്പഫല പ്രദർശനം, അതിന്റെ ഒരു ഫ്ലവർ ഷോ നടത്തിയത് എല്ലാ ആളുകളും ഇപ്പോഴും ഓർക്കുന്നത് തന്നെയാണ്. അതടക്കമുള്ള നിരവധി പരിപാടികൾക്ക് ഏത് ആശയങ്ങൾ മുമ്പോട്ട് വെക്കുമ്പോഴും സജീവമായി മുമ്പോട്ട് വരുന്ന ഫ്രാൻസിസ് കെ മാണി സാറിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ബഹുമാനായ ചെയർമാൻ ശ്രീ ചാക്കോ കുരുവിള അവർ ചില സാഹചര്യങ്ങളിൽ ചില പരിപാടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഞങ്ങളൊക്കെ ഇവിടെ വന്ന് ജോലി ആരംഭിച്ചത് മുതൽ കുറെ പാഠങ്ങൾ പഠിക്കാൻ കഴിഞ്ഞതാണ്. ഒരു പരിപാടി ആദ്യം മുതൽ അവസാനം വരെ എങ്ങനെയാണ് നടത്തേണ്ടത്, അതിന് എന്തൊക്കെ ആവശ്യമുണ്ട്, അതിന് എത്ര തുക വേണ്ടി വരും, അതിന് ആരെയൊക്കെയാണ് വിളിക്കുന്നത്, എല്ലാം മുൻകൂട്ടി ഞങ്ങൾക്ക് ആദ്യമായ ഒരു ട്രെയിനിങ് പോലെ തന്ന് ഈ മേളകളും പരിപാടികളും ഒക്കെ വിജയിപ്പിക്കുന്നതിലെ ഒരു മുഖ്യകണ്ണിയാണ് സാറിന്റെ ഒരു സാന്നിധ്യം തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഈ പരിപാടിയിൽ ഉപഹാരങ്ങൾ വിതരണം ചെയ്യുന്നത് സാറാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ ചാക്കോ കുരുവിള അവരുടെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ TM മാത്യു അവർ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ആശുപത്രിയിൽ പോയി എന്ന് അറിയിച്ചു.
നമ്മുടെ PTA മുൻ പ്രസിഡന്റും മെമ്പറുമായിട്ടുള്ള ജിജി കുര്യൻ അവർ ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ അസിസ്റ്റന്റ് മാനേജർ ശ്രീജ, എല്ലാ പരിപാടികളിലും നമുക്ക് ഭൗതികമായ എല്ലാ കാര്യങ്ങളും ചെയ്തു തരണമെങ്കിൽ ഒരുപക്ഷെ നമുക്ക് നല്ല ഒരു സഹകരണം ആവശ്യമാണ്. നമ്മുടെ ആവശ്യങ്ങളെ കണ്ട് നമ്മുടെ എല്ലാ രീതിയിലും സഹകരിക്കാൻ വേണ്ടിയും നമ്മളോടൊപ്പം എല്ലാ കാര്യങ്ങളും രാവും പകലും ഒരേപോലെ കഠിനമായി ജോലി ചെയ്ത് നമ്മളോട് കൂടെ നിൽക്കുന്ന ശ്രീജ സ്റ്റീഫൻ അസിസ്റ്റന്റ് മാനേജർ അവരെ ഞാൻ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിന് നന്ദി പറയുന്നത് ഡിയോൺ ബെന്നി സ്കൂൾ ജനറൽ ആണ്. ഡിയോണ് ഈ കലയമേളയുമായി നാടൻകലാമേളയുമായി ബന്ധപ്പെട്ട് മറ്റ് സഹായങ്ങൾ ചെയ്യുന്നതിലൊക്കെ മുൻനിരയിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികൾ എന്ന രീതിയിൽ വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള ആശയങ്ങളൊക്കെ സ്വരൂപിച്ച് ഞങ്ങളെടുത്ത് കൊണ്ടുവരികയും ഈ രീതിയിൽ പരിപാടികൾ സംഘടിപ്പിച്ചാൽ നല്ലതാണ് സർ എന്നെ സൂചിപ്പിക്കുകയും ചെയ്ത് ഈ പരിപാടി വിജയിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഡിയോണിനെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ മെമ്പറും മാധ്യമപ്രവർത്തകനുമായ കെ രാജേന്ദ്രൻ, നമ്മുടെ മലബാർ ബീച്ച് സജി അവർകൾ, അതുപോലെ തന്നെ മറ്റ് മാധ്യമപ്രവർത്തകരായ സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ടാഗോർ കുടുംബത്തിലെ വളരെ ആത്മാർത്ഥമായി നമ്മളെ സ്നേഹിക്കുകയും നമ്മളോട് സഹകരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മുടെ ടീച്ചേഴ്സ്, തീർച്ചയായിട്ടും ഇതിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ടീച്ചേഴ്സിന്റെ ഒരു സാമ്പത്തികവും മറ്റു രീതിയിലുമുള്ള എല്ലാ സഹായ സഹകരണങ്ങൾ പോലും ഇതിന് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ അതിന്റെ ഒരു ആവശ്യകതയെ ആരും ചോദിച്ചിട്ടില്ല. പക്ഷെ തന്റെ മനസ്സുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു ആത്മാർത്ഥതയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ രീതിയിൽ പോലും സഹകരിച്ച് എല്ലാ വിഭാഗം ആളുകളും സഹകരിച്ചിട്ടുണ്ട്. നമ്മുടെ അനധ്യാപക ജോലി ചെയ്യുന്ന ആളുകൾ, ഡ്രൈവിംഗ് മേഖലയില്, മറ്റ് നമ്മുടെ ഓഫീസ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ, എല്ലാ ആളുകളെയും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് അക്ഷീണം പ്രവർത്തിച്ച കുറെ കാലമായി, കുറെ ദിവസങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് കെ മാണി അവരെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തട്ടെ. ആദ്യമായിട്ട് വളരെ പ്രത്യേകിച്ച് ശ്രീ എം വിനയേന്ദ്രൻ മാസ്റ്റർ, വളരെ പ്രശസ്തനായ ഒരു കവിയും എഴുത്തുകാരനും പ്രഭാഷകനുമാണ്. അദ്ദേഹത്തെ കിട്ടിയത് നമ്മുടെ വളരെ വലിയ ഭാഗ്യമാണ്. ഈ പരിപാടിയെക്കുറിച്ചും കലാരൂപങ്ങളെക്കുറിച്ചും അദ്ദേഹം നമ്മളോട് നല്ല രീതിയിൽ പറഞ്ഞു തരും. കുട്ടികളെല്ലാം അത് ശ്രദ്ധിച്ച് കേൾക്കാൻ ഒരു മനസ്സ് കാണിച്ച് പഠനത്തിന്റെ ഭാഗമായി മാറ്റണം. ഈ പരിപാടിയിൽ പങ്കുചേരാൻ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ സർ വളരെ ദൂരെ നിന്ന് തന്നെ ഒഴിവ് കിട്ടാൻ ഒരു സാഹചര്യമില്ലാത്ത അവസ്ഥയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ തന്നെ അദ്ദേഹം ഈ പരിപാടിയിൽ പേഴ്സണലായിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടി തന്നെ വളരെയധികം ബുദ്ധിമുട്ടിയാണ് നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നത്. ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് ആലോചിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യ്, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളാം. ഇവിടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് കുറെ പേരൻസിനെയും മറ്റുള്ള വ്യക്തികളെയും സമീപിക്കുകയും ഈ നാടൻ കലാമേള സംഘടിപ്പിച്ച് ഒരു നല്ല പഠന എക്സ്പീരിയൻസ് ആയി മാറ്റാൻ അവർ ഒത്തിരിയധികം പ്രയത്നിച്ചു. ഇതിന് നേതൃത്വം കൊടുത്ത മലയാളം ഡിപ്പാർട്ട്മെന്റിനെ ഞാൻ അധികം അഭിനന്ദിക്കുന്നു. മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായ രാജേഷ് സാർ കഴിഞ്ഞ വർഷം തൊട്ട് ഇതിനെക്കുറിച്ച് പറയുകയും നമ്മുടെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുകയും ഒരു കമ്മിറ്റി രൂപീകരിച്ച് വളരെയധികം മാസങ്ങളോളം പ്രയത്നിക്കുകയും ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയട്ടെ. തോട്ട്സ്, ബിലീഫ്സ്, ആർട്സ്, മോറൽസ്, everything that man does as a human being is part of our culture.
And as Sir Rajesh pointed out, there is actually a question mark whether this English education, which is opening many doors for us, English വിദ്യാഭ്യാസം പല അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുന്നു. It opens many doors and many windows. We are able to experience, come to know many cultures all around the world. As we appreciate the cultures all around the world, is there a danger that we forget our culture? നമ്മുടെ സംസ്കാരം, നമ്മുടെ സംസ്കാരത്തെ അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ സംസ്കാരം നമ്മൾ അറിയണം. ഇന്ത്യയുടെ വിശ്വമഹാകവി രവീന്ദ്രനാഥ് ടാഗോർ വിദ്യാഭ്യാസത്തിന് കൊടുത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർവചനം പൂവിനെ പൂമ്പാറ്റയാക്കി മാറ്റുകയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്നാണ്. അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് പൂക്കളാകുന്ന കുട്ടികൾ പൂമ്പാറ്റകളായി മാറണമെങ്കിൽ വെറും പാഠപുസ്തകവും ക്ലാസ് മുറിയും അധ്യാപകനും മാത്രമുള്ള ഒരു വിദ്യാഭ്യാസമല്ല നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കേണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം ശാന്തിനികേതനം പോലെ പ്രകൃതി തന്നെ ഒരു വലിയ പാഠശാലയായിട്ട് ഒരു വിദ്യാലയം സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്തത്. ഒരർത്ഥത്തിൽ നമ്മുടെ ഭാഷയെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ചരിത്രത്തെയും നാം നടന്നു വന്ന വഴികളെയും നമ്മുടെ ജീവിതം പണ്ട് എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചുമൊക്കെ പുതിയ തലമുറയിൽപ്പെട്ട നിങ്ങൾക്ക് അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനും അവസരമൊരുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പരിപാടി എന്ന രൂപത്തിലാണ് ഇവിടെ ഇന്ന് നടക്കുന്ന ഈ നാടൻ കലാമേളയെ നമ്മൾ എല്ലാവരും കാണുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പുതിയ കാലത്ത് ജീവിക്കുന്നവരാണ്. ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളൊന്നുമില്ല. നമുക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും അതൊക്കെ തീർത്തു തരാൻ നമ്മുടെ രക്ഷാകർത്താക്കളും വീട്ടുകാരും അധ്യാപകരും നാട്ടുകാരും ഒക്കെ സദാ നമ്മുടെ കൂടെയുണ്ട്. ജീവിതത്തിൽ ഒരു പ്രയാസവും അറിയാതെ വളരുന്ന നമുക്ക് പഴയ കാലം, നമ്മുടെ വീട്ടിലുള്ള പഴയ മനുഷ്യർ, നമ്മുടെ അച്ചാച്ചന്മാരും നമ്മുടെ അമ്മമ്മമാരും അവരുടെ പഴയകാല ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് നമ്മൾ ആരും ഓർമ്മിക്കാറോ ചോദിച്ചറിയാൻ ശ്രമിക്കാറോ ഇല്ല. ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് നമ്മുടെ മനസ്സുകൊണ്ട് സഞ്ചരിക്കാനുള്ള ഒരു അവസരമാണ് നമ്മുടെ നാടിന്റെ തനിമയും ആ പഴയ കാലഘട്ടത്തിലെ ജീവിതവും ഒക്കെ അടയാളപ്പെടുത്തുന്ന ഇന്നിവിടെ അവതരിപ്പിക്കപ്പെടുന്നത് പോലുള്ള കലാരൂപങ്ങൾ നേരിൽ കാണുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ച് വേണ്ടത്ര ജ്ഞാനമില്ല. നാം നടന്നു വന്ന വഴികളെ കുറിച്ച് നമുക്ക് വേണ്ടത്ര അറിവില്ല. പണ്ടത്തെ മനുഷ്യർ എങ്ങനെ ജീവിച്ചു എന്നതിനെ കുറിച്ച് നമുക്ക് വലിയ ജ്ഞാനമൊന്നുമില്ല. നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിലെ വർണ്ണവിസ്മയങ്ങളിൽ ലയിച്ച് രസിച്ച് ഭ്രമിച്ച് പകച്ച് നമ്മൾ ഇങ്ങനെ പോവാണ്. നോക്കിയ പകൽ പോലും 2 വലിയ ലൈറ്റുകളാണ് ഇവിടെ കത്തുന്നത്. പഴയ കാലത്തെ കുറിച്ച് ഓർമ്മിച്ചു നോക്കണം. പാതിരാത്രിയിൽ പോലും ഒരു മണ്ണെണ്ണ വിളക്കിന്റെ പ്രകാശം പോലും ഇല്ലാതെ ആ ഇരുട്ടിനെ ഒന്നടങ്കം
സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വന്നൊരു തലമുറ നമുക്ക് പണ്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ രാവിലെ വന്നിട്ടുണ്ടാവുക വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ടാണ്. 11 മണിക്ക് കഴിക്കാനുള്ള ഒരു പാക്കറ്റ് നിങ്ങളുടെയൊക്കെ കയ്യിൽ വീട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മയും അച്ഛനും തന്നിട്ടുണ്ടാവും. എന്നാൽ ഒരു നേരം പോലും വയറ് നിറയെ കഞ്ഞിവെള്ളം പോലും കുടിക്കാൻ ഗതിയില്ലാതെ ജീവിച്ചിരുന്ന പഴയ തലമുറ അവരുടെ വേദന, അവരുടെ വിശപ്പ്, അവരുടെ കഷ്ടപ്പാട്, അവരുടെ ദുരിതങ്ങളൊക്കെ മറന്നുപോയത് ഇന്നിവിടെ അവതരിപ്പിക്കപ്പെടുന്നത് പോലുള്ള കലാരൂപങ്ങളുടെ അവതരണത്തിലൂടെയും പാട്ടുകളിലൂടെയും നൃത്തങ്ങളിലൂടെയും ഒക്കെ അറിയുന്നു. വിശപ്പറിയാതെ, വേദന അറിയാതെ, പ്രയാസങ്ങൾ അറിയാതെ, രോഗങ്ങൾ അടക്കം മറന്നുപോയിക്കൊണ്ട് അവർ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ മുറിച്ചു കടന്നത്, അതിജീവിച്ചത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. നാടൻ പാട്ടുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കാറുണ്ടല്ലോ. കോലോത്തും മിറ്റത്ത് സൂര്യനുണ്ട്, ചാളേര മിറ്റത്തും സൂര്യനുണ്ട്, വേറിട്ട വകഭേദം സൂര്യനുണ്ടോ, വേറിട്ട വകഭേദം നമ്മക്കല്ലേ. കൈകൊട്ടണ്ട, അവസാനം ഒന്നിച്ചു കൊട്ടാം. ഈ പാട്ട് പാടുന്നത് പഴയ കാലത്ത് ജീവിച്ചൊരു പാപ മനുഷ്യനാണ്. ആരുമില്ല അവനെ സഹായിക്കാൻ. ചോർന്നൊലിക്കുന്ന ഒരു ചെറിയ ഓലപ്പുരയാണ് അവരുള്ളത്. ഒരു നേരം പോലും തനിക്കും തന്റെ വീട്ടിലെ ആളുകൾക്കും ഭക്ഷണം കഴിക്കാൻ ഗതിയില്ല. രാവും പകലും ജന്മിയുടെ കൃഷിപ്പണി എടുത്തുകൊണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ഒരു വരുമാനവും കിട്ടുന്നില്ല. എപ്പോഴും ജന്മിയുടെ ചീത്തവിളിയും ചവിട്ടും ഇടിയും തൊഴിയും മാത്രമാണ്. എന്തിനാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? എന്നെ ഒരാൾക്കും കാണണ്ട, സ്നേഹിക്കാൻ ആരുമില്ല, സഹായിക്കാൻ ആരും. ഞെട്ടിപ്പോവാണ്. ഇതെന്താ സൂര്യൻ? എന്റെ ഈ ചെറിയ കൂരയ്ക്ക് മുകളിൽ എങ്ങനെയാ സൂര്യൻ വന്നത്? ഇന്നലെ ഞാൻ തമ്പുരാന്റെ ആ വലിയ മാളികയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ അതിന്റെ മുകളിലും ഉണ്ടായിരുന്നല്ലോ സൂര്യൻ. അപ്പൊ ഈ സൂര്യൻ തമ്പുരാനോട് കാണിക്കുന്ന അതേ സ്നേഹം എന്നോടും കാണിക്കുന്നുണ്ടോ? ആശ്വാസമായി ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നെ സ്നേഹിക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്കറിയാം ഒരേ ഒരു സൂര്യനേ ഉള്ളൂ. ആ സൂര്യനെ തന്നെയാണ് തമ്പുരാന്റെ മാളികയുടെ മുകളിലും കാണുന്നത്, ഈ ചെറുമന്റെ കുടിലിന്റെ മുകളിലും കാണുന്നത്, അല്ലേ? അതിൽ ആശ്വാസം കൊള്ളുകയാണ്. എന്നെ സ്നേഹിക്കാൻ, എന്നെ പരിഗണിക്കാൻ, എന്നോട് സ്നേഹം കാണിക്കുന്ന ഒരാളെങ്കിലും ഈ പ്രപഞ്ചത്തിലുണ്ടല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, കോലോത്തും മിറ്റത്ത് സൂര്യനുണ്ട്, ചാളേര മിറ്റത്തും സൂര്യനുണ്ട്, വേറിട്ട വകഭേദം സൂര്യനുണ്ടോ, വേറിട്ട വകഭേദം നമ്മക്കല്ലേ. ഈ സൂര്യനും ചന്ദ്രനും കാറ്റിനും മഴക്കുമൊന്നും തന്നെ മനുഷ്യർ ഉയർന്നവരെന്നോ താഴ്ന്നവരെന്നോ ഉള്ള വ്യത്യാസമില്ല. പണക്കാരനെന്നോ പാവപ്പെട്ടവരെന്നോ ഉള്ള വ്യത്യാസം ഈ സൂര്യനും ചന്ദ്രനും കാറ്റിനും മഴക്കൊന്നുമില്ല. പണക്കാരുടെ വീട്ടിൽ മാത്രമാണോ ഇന്നലെ മഴ പെയ്തത്? ആണോ? ഒന്ന് കൈമുട്ടിച്ച്. പാവങ്ങളുടെ വീട്ടിൽ മഴ പെയ്തിട്ടില്ലേ? പെയ്തിട്ടുണ്ട്. കാറ്റടിക്കല് പാവങ്ങളുടെ വീട്ടിൽ മാത്രമാണോ അല്ല പണക്കാരുടെ വീട്ടിൽ മാത്രമാണോ? അങ്ങനെ ഉണ്ടോ? എല്ലാ വീട്ടിലും കാറ്റും മഴയും കൊടുങ്കാറ്റും ഇടിമിന്നലും ഉരുൾപൊട്ടലും എല്ലാം വരില്ലേ? ഈ മനുഷ്യൻ പറയാണ്, പ്രകൃതിക്ക് അങ്ങനെയുള്ള യാതൊരു വിവേചനവുമില്ല. പണക്കാരനെന്നോ പാവപ്പെട്ടവരെന്നുള്ള വ്യത്യാസം പ്രകൃതിക്കില്ല. പക്ഷെ അത് ആർക്കുണ്ട്? വേറിട്ട വകഭേദം നമ്മക്കല്ലേ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് മാത്രമേ അതുള്ളൂ. മനുഷ്യരെ തന്നെ ഉയർന്നവനെന്നും താഴ്ന്നവനെന്നും, പണക്കാരനെന്നും പാവപ്പെട്ടവനെന്നും, വെളുത്തവനെന്നും കറുത്തവനെന്നും വേർതിരിച്ച് ഒരു വിഭാഗത്തെ അകറ്റി നിർത്തുന്ന, അവഗണിക്കുന്ന, പരിഗണിക്കാതിരിക്കുന്ന, ദുരിതത്തിലാഴ്ത്തുന്ന ഈ ഒരു ഏർപ്പാട് മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്ന് രാവിലെ വരുന്നത് എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു തെയ്യം കണ്ടിട്ടാണ് വരുന്നത്. നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാടൻ കലാരൂപമാണിത്, തെയ്യം. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും തെയ്യം? ഞാൻ ഇന്ന് കണ്ടുവരുന്ന തെയ്യം ഒറ്റക്കോലം എന്ന് പറയും, തീച്ചാമുണ്ടി. അറിയാം. വളരെ ഉയരത്തിലുള്ള തീക്കൂന. ഇന്നലെ വൈകുന്നേരം, ഇന്നലെ സന്ധ്യക്ക് തീ കൊളുത്തിയതാണ് തീക്കൂനക്ക്. ഇന്ന് രാവിലെ ആകുമ്പോൾ ആ തീയൊക്കെ കത്തി ഒരു കൂന കനൽ അവിടെ നിൽക്കുകയാണ്. ആ കനലിലേക്ക് രാവിലെ കെട്ടിയാടുന്ന ആ തെയ്യം കയറി ഇറങ്ങുകയാണ്, കിടന്നുരുളുകയാണ്, അല്ലേ? എന്തിനാ തെയ്യം? തെയ്യത്തിന്റെ കഥയിലേക്ക്, ചരിത്രത്തിലേക്ക് നിങ്ങൾ കടന്നു പോകണം. അത് അപ്പോഴാണ് അതൊരു പഠനമായിട്ട് മാറുന്നത്. നമ്മൾ ഒരുപാട് തെയ്യങ്ങളെ കാണുന്നു, എന്ത് രസമാണ് കാണാൻ എന്ന് പറഞ്ഞ് ഇണ്ടാതെ പോകുന്നു. ചന്തയിൽ പോയിട്ട് കളിപ്പാട്ടങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ ഇങ്ങനെ പോകും. തുലാ 10 ദിവസം അന്നാണ് തെയ്യം ആരംഭിക്കുക. വടക്കേമല അറിയാലോ. തുലാ 10 ദിവസം മാതൃഭൂമിയുടെ ആദ്യത്തെ പേജിൽ ഒരു തെയ്യത്തിന്റെ ചിത്രം ഉണ്ടായിരുന്നു. ഏതാ തെയ്യം? ഒരിക്കലും നമ്മുടെ വടക്കേമല ഭാഗത്തിൽ കെട്ടിയാടുന്ന ഒരു തെയ്യത്തിന്റെ ചിത്രം ആ തുലാ 10 ദിവസം പത്രത്തിൽ കണ്ടു നിങ്ങൾ. ആ തെയ്യത്തിന്റെ പേര് വിഷകണ്ഠൻ എന്നാണ്. എന്താ പേര്? വിഷകണ്ഠൻ. ആ തെയ്യത്തിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. പഠിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കഥയാണിത്. ആ കഥയാണ് ഞാൻ പറയുന്നത്.
കഥ ഇഷ്ടമാണോ? ഇത് വെറും കഥയല്ല, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പ്രചാരത്തിലിരുന്ന അവരുടെ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത ഒരു കഥയാണ്. ചിറക്കുനിയിൽ അമ്പു എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യനുണ്ടായിരുന്നു. ചിറക്കുനിയിൽ അമ്പു, ഒരു പാവപ്പെട്ടവൻ. അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ചു. ഒരു ദിവസം പ്രസവിച്ച ഉടനെ അമ്പു ഓടുന്നത് എങ്ങോട്ടെന്നറിയോ? തന്റെ ജന്മിയായിട്ടുള്ള തമ്പുരാന്റെ മാളികയിലേക്കാണ്. ഓടിപ്പോയി, തമ്പ്ര എന്റെ ഭാര്യ പ്രസവിച്ചു. പ്രസവിച്ചു എന്ന് പറയോ? പറഞ്ഞൂടാ. എന്തേ പറഞ്ഞൂടോ? പെറ്റു. ഇതൊക്കെ രാജേഷ് ഘോഷ് പറഞ്ഞില്ലേ, ഭാഷ. അടിയാളന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഭാഷയുണ്ട്, മേലാളിന് ഉപയോഗിക്കുന്ന ഒരു ഭാഷയുണ്ട്. അടിയാളൻ പ്രസവിച്ചു എന്ന് പറയാൻ പാടില്ല, അടിയാളൻ പെറ്റു എന്ന് പറയണം. മേലാളൻ എന്ത് പറയണം? പ്രസവിച്ചു എന്ന് പറയണം. അടിയന്റെ ഓള് പെറ്റു. എന്താടാ കുഞ്ഞ്? ആണമ്പ്ര. ഒരു പേര് വേണമ്പ്ര. ആ കണ്ടനൊന്നും ഇട്ടോളൂ എന്ന് പറഞ്ഞു. എന്താ പേര് പറഞ്ഞത്? നിങ്ങൾക്കായിരിക്കും ഇപ്പൊ കണ്ടന്റ് പേരിട്ടാൽ എന്താ അവസ്ഥ ഉണ്ടാവുക? ആരെങ്കിലും സമ്മതിക്കും? ഒന്നും മിണ്ടാൻ കഴിയാത്ത കുഞ്ഞാണെങ്കിൽ പായി തന്നിട്ട് പറയാം, അയ്യോ അച്ഛാ പേര് വേണ്ട പറയും, അല്ലേ? പറയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. അന്ന് സ്വന്തമായിട്ട് പേരിടാൻ പോലും അമ്പു എന്ന് പറയുന്ന ഈ അച്ഛൻ അധികാരമില്ല തന്റെ കുഞ്ഞിന്റെ പേര്. ഇപ്പൊ നമ്മൾക്ക് ഏത് പേരിട്ടു നമ്മുടെ കുട്ടികൾക്ക്? അല്ലേ? അർത്ഥമുള്ള പേരുടെ, അർത്ഥമില്ലാത്ത പേരുടെ. ഇപ്പൊ അർത്ഥമില്ലാത്ത പേരാ ഒരുപാട് അർത്ഥമുള്ളത്. അങ്ങനെ തമ്പുരാൻ പറഞ്ഞു കൊടുത്ത പേരുമായിട്ട് ഈ ചിറക്കുനിയിൽ അമ്പു തന്റെ വീട്ടിലേക്ക് വന്നു. മോന് പേര് വിളിച്ചു. എന്താ പേര്? കണ്ടൻ. നമ്മൾ കണ്ടൻ പൂച്ച എന്നൊക്കെ പറയും അല്ലേ? അങ്ങനെ കണ്ടൻ വളർന്നു വരാൻ വേണ്ടി തുടങ്ങി. 4, 5, 6 വയസ്സ് പ്രായമായി കണ്ടന്. നാട്ടിലുള്ള മറ്റു കുട്ടികളെയൊക്കെ കാണും കണ്ടൻ. ഈ തന്റെ പ്രായത്തിലുള്ള ചില കുട്ടികൾ പുസ്തകവും എടുത്ത് അടുത്തുള്ള പള്ളിക്കൂടത്തിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത് കണ്ടൻ കാണാൻ തുടങ്ങി. ഒരു ദിവസം കണ്ണൻ വീട്ടിലെത്തിയിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് എയ്ത്തും പൊയ്ത്തും പഠിക്കണം, അക്കവും പക്കവും പഠിക്കണം. അച്ഛൻ ഓടി വന്ന് വായൊക്കെ പൊത്തിപ്പിടിക്കണം. എന്താ പറഞ്ഞത് മോൻ? എനിക്ക് എയ്ത്തും പൊയ്ത്തും പഠിക്കണം, അക്കവും പക്കവും പഠിക്കണം. നിനക്ക് ഡോക്ടറാവണമെന്നല്ല പറഞ്ഞു കണ്ടൻ, ആണോ? നിനക്ക് എഴുത്തുമായി പഠിക്കണം, അക്കവും പക്കവും പഠിക്കണം. അച്ഛൻ ഓടി വന്ന് വായി പൊത്തി പറഞ്ഞു, മിണ്ടരുത്, നിനക്കതൊന്നും വിധിച്ചിട്ടില്ല, നമുക്കതൊന്നും വിധിച്ചിട്ടില്ല. നമ്മുടെ പണി എന്താ? കുറച്ചു കഴിഞ്ഞാൽ കുലത്തൊഴിലായ കള്ള് ചെത്തി അത് വിറ്റ് ജീവിച്ചോളാം, വേറെ ഒന്നും നമുക്ക് പാടില്ല മോനെ, നീ അതൊന്നും പറയലേ തോന്നി. പക്ഷേ ചെക്കൻ വിടുന്നില്ല. ഏത് ചെക്കൻ? മോനെ കൊണ്ട് വലിയ സ്വൈര്യക്കേട് അച്ഛൻ, ഒരു രക്ഷയുമില്ല. അവസാനം അച്ഛൻ ഈ മകന്റെ സ്വൈര്യക്കേട് സഹിക്കാതെ അടുത്തുള്ള എഴുത്താശാനെ പോയി കണ്ടു. ആശാനെ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ അമ്പു പറയും? നിങ്ങൾ കുറെ കുട്ടികളെ ഇവിടുന്ന് പഠിപ്പിക്കുന്നില്ലേ? എന്റെ മോനെയും കൂടെ ആ കൂട്ടത്തിൽ എന്തെങ്കിലും 4 അക്ഷരം പഠിപ്പിക്കണം. അപ്പൊ ആശാൻ ഞെട്ടിപ്പോയി. എന്താ അമ്പു നീ പറയുന്നത്? മറ്റു കുട്ടികളുടെ കൂടെ നിന്റെ മോനെ എഴുത്തും വായനയും ഞാൻ പഠിപ്പിച്ചാൽ നിന്റെ കഴുത്തിന്റെ മേലിൽ തല കാണൂല, എന്റെ കഴുത്തിന്റെ മേലിൽ കാണൂല. രാജേഷ് പറഞ്ഞില്ലേ, നിന്റെ കഴുത്തിലും തല ഉണ്ടാവില്ല, എന്റെ കഴുത്തിലും ഉണ്ടാവില്ല, തല വെട്ടും തമ്പുരാൻ, അല്ലേ? അതുകൊണ്ട് അതൊന്നും പറയണ്ട, ഞാൻ നിന്റെ മോനെ പഠിപ്പിക്കാനൊന്നും പറ്റൂല, എനിക്ക് പോയിക്കൊള്ളു. വീട്ടിൽ പോയ മോനെ വീണ്ടും സ്വൈര്യക്കേടാക്കൂലേ? അകപ്പാടെ അമ്പുവിന് വല്ലാത്ത വിഷമായി. അമ്പു അവസാനം ആ എഴുത്താശാന്റെ കാല് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ആശാനെ അങ്ങനെ പറയല്ലേ, എന്റെ മോനെ നിങ്ങൾ മറ്റു കുട്ടികളെ കൂടെ ഒന്ന് ഇരുത്തി പഠിപ്പിക്കണ്ട. ഓൻ ഇവിടെ താമസിക്കാൻ നിങ്ങൾ സമ്മതിക്കും. ഓൻ എടുത്ത പണിയെല്ലാം എടുത്തിട്ട് ഇവിടെ താമസിക്കുമ്പോ എന്തെങ്കിലും അപ്പുറത്ത് പുറത്ത് 4 അക്ഷരം കേട്ട് പഠിച്ചോട്ട് അതിന് നിങ്ങൾ സമ്മതിക്കണം എന്നുള്ളൂ. അങ്ങനെ അത് സമ്മതിച്ചു. എന്നാ അവരുടെ മുന്നോട്ട് പണിക്കൊരാളായ ചെറുപ്പക്കാരൻ കുട്ടി, അല്ലേ? അങ്ങനെ ഈ ചെറിയ കുട്ടിയായിട്ടില്ല കണ്ടനെ എഴുത്താശാന്റെ വീട്ടിൽ താമസിപ്പിച്ച് അമ്പു നാട്ടിലേക്ക് മടങ്ങുന്നു. ഒരു ദിവസം കണ്ടൻ എഴുത്താശാന്റെ വീട്ടിൽ താമസിക്കാൻ വേണ്ടി തുടങ്ങി. മറ്റു കുട്ടികളൊക്കെ രാവിലെ വരും, പൂമുഖത്ത് ചമ്രം പടിഞ്ഞിരുന്ന് ഈ എഴുത്താശാൻ അവർക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കും. വല്ലപ്പോഴും അവിടുന്ന് ഇവിടുന്നും ഒളിഞ്ഞും തെളിഞ്ഞും വാതിലിന് മറയും ജനലിന് മറഞ്ഞും ചുമരിന് മറഞ്ഞും നിന്ന് ചില കാര്യങ്ങളൊക്കെ കണ്ടൻ ഇങ്ങനെ പഠിച്ചു വരാൻ വേണ്ടി തുടങ്ങി. കാലം കുറെ കഴിഞ്ഞു. കുറെ കാലം കഴിഞ്ഞു. അവിടെ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഏതാണ്ട് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു എന്ന് ഗുരുവിന് തോന്നി, ആശാന് തോന്നി. ഒരു ദിവസം ആശാൻ ഇവരെയൊക്കെ അടുത്തേക്ക് വിളിച്ചു. പഠിപ്പൊക്കെ കഴിഞ്ഞൊരു പരീക്ഷ വേണ്ടേ? നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് പഠിക്കാമെന്ന കുട്ടികളൊക്കെ അടുത്തേക്ക് വിളിച്ച് പഠിച്ച കാര്യങ്ങളൊക്കെ അവർ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു ഈ കുട്ടികളോടൊക്കെ. ഏതാണ്ട് എല്ലാവരും നല്ല ഉത്തരവൊക്കെ പറഞ്ഞു. എന്നിട്ട് ഗുരു പറഞ്ഞു, മക്കളെ നിങ്ങളുടെ പഠിപ്പൊക്കെ പൂർത്തിയായി, നിങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ അടുത്ത ബാച്ചിലേക്കുള്ള പ്രവേശനം ഉടനെ ആരംഭിക്കുന്നു.
അങ്ങനെയാണല്ലോ നമ്മൾ പറയാം. പണ്ടങ്ങനെ പറയുന്നില്ല. അവിടെ പഠിച്ചിരുന്ന കുട്ടികളെയൊക്കെ പറഞ്ഞയച്ചു ഗുരു. ഇപ്പോഴ് ഗുരു മാത്രമായി. എല്ലാ കുട്ടികളും പോയതിനു ശേഷം ഗുരു ഒന്ന് ആലോചിച്ചു, ഇവിടെ മറ്റൊരു ചെക്കനുണ്ടല്ലോ ബാക്കിൽ നിൽക്കുന്നത്, ആരാണ് ഇവൻ നല്ലത് പഠിച്ചിട്ടുണ്ടോന്ന് അറിയട്ടെ, അവരെ ഒന്ന് വിളിച്ചു നോക്കാം. മറ്റു കുട്ടികളൊക്കെ പോയതിനു ശേഷം ആരും അറിയാതെ ഗുരു കണ്ടന്റെ അടുത്തേക്ക് വിളിച്ചു. കണ്ടാ നീ ഇങ്ങോട്ട് വാ. നേരത്തെ ഔപചാരികമായി തന്റെ മുന്നിൽ ചമ്രം പണ്ടിച്ചിരുന്ന് പഠിച്ച കുട്ടികളോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ ഗുരു കണ്ടനോടും ചോദിച്ചു. ഗുരു തന്നെ അത്ഭുതപ്പെട്ടു പോയി. മറ്റു കുട്ടികൾക്ക് ആർക്കും പറയാൻ കഴിയാത്ത ഉത്തരങ്ങൾ പോലും വളരെ മനോഹരമായിട്ട് കണ്ടൻ ഉത്തരം പറഞ്ഞു. ആ ചോദ്യങ്ങൾക്കൊക്കെ ഗുരു തന്നെ ഞെട്ടിപ്പോയി. ഗുരു കണ്ടനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, കണ്ട, നീയാണ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ എന്ന് പറഞ്ഞു. ഗുരുവിനെന്തിന് അത്ഭുതമായി പോയി കണ്ടന്റെ ബുദ്ധി സാമർത്ഥ്യം കണ്ടിട്ട്. എന്നിട്ട് കണ്ടനോട് ഗുരു പറഞ്ഞു, കണ്ട, നീ ഇവിടുന്ന് പോകാറായിട്ടില്ല, നിന്നെ ഞാൻ മറ്റൊരു ഗുരുവിന്റെ അടുത്തേക്ക് കൂടി പറഞ്ഞയക്കുകയാണ്. നീ വിഷവൈദ്യം പഠിക്കണം. എന്റെ സുഹൃത്തായിട്ടൊരു വൈദ്യനുണ്ട് കുറച്ചകലെ, ഞാൻ നിന്നെ അങ്ങോട്ട് അയക്കുകയാണ്. അവിടെ പോയിട്ട് കുറച്ചു കാലം വിഷവൈദ്യവും കൂടെ പഠിച്ചിട്ട് നീ നാട്ടിലേക്ക് പോയാൽ മതി. പക്ഷെ ആരും അറിയരുത്. എന്റെ ഗുരുകുലത്തിൽ താമസിച്ച് ഈ എഴുതാനും വായിക്കാനും പഠിച്ചത് ആരും അറിയാൻ വേണ്ടി പാടില്ല. മാത്രമല്ല, നീ ഇനി വിഷവൈദ്യം പഠിക്കാൻ പോകുന്നതും ഒരാളും അറിയാൻ വേണ്ടി പാടില്ല. നാട്ടിലെത്തിയാലും ഇതാരോടും പറയരുത്. അങ്ങനെ ഗുരുവിന്റെ നിർദ്ദേശാനുസരണം കണ്ടൻ വിഷവൈദ്യം പഠിക്കാൻ വേണ്ടി പോയി. കുറച്ചു നാള് വിഷവൈദ്യമൊക്കെ പഠിച്ച് നാട്ടിലേക്ക് വരുമ്പോഴേക്കും കണ്ടൻ ഒത്തൊരു ചെറുപ്പക്കാരനായിട്ട് മാറിയിരുന്നു. നാട്ടിലെത്തി തന്റെ കുലത്തൊഴിലായ കള്ള് തെച്ചെത്തി ജീവിതം ആരംഭിച്ചു കണ്ടൻ. വീണ്ടും ഒരു കല്യാണമൊക്കെ കഴിച്ച് ഒരു ചെറിയ വീടൊക്കെ ആക്കിയിട്ട് അവിടെ താമസം തുടങ്ങി. ഒരു ദിവസം ഉച്ചയ്ക്ക് കണ്ടൻ ഇങ്ങനെ ഒരു തെങ്ങിന്റെ മണ്ടയിലിരുന്ന് കള്ള് ചെത്തുകയായിരുന്നു. അപ്പോഴാണ് ഒരു 4-5 പേർ വലിയ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ഒരു ശവശരീരവുമായിട്ട് ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടത്. 4 പേർ ചേർന്നിട്ട് ഒരു ശവശരീരത്തെ ഇങ്ങനെ ഏറ്റുപിടിച്ചിട്ടുണ്ട്. ഇതേവരെ കണ്ടൻ കണ്ടു. തെങ്ങിന്റെ മേലെ കണ്ടൻ വിളിച്ചു ചോദിച്ചു, എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. അപ്പൊ അവരിൽ ഒരാൾ പറഞ്ഞു, വിഷം തീണ്ടിയതാ. എന്നിട്ടോ മരിച്ചു എന്നാ തമ്പുരാൻ പറഞ്ഞത്. തമ്പുരാൻ പറഞ്ഞ പിന്നെ വേറെ അപ്പീലുണ്ടോ? മരിച്ചു എന്ന് തമ്പുരാൻ പറഞ്ഞ പിന്നെ മരിച്ചു തന്നെ അർത്ഥം. ജീവൻ ഉണ്ടെങ്കിലും തമ്പുരാൻ മരിച്ചു തന്നാ മരിച്ചു തന്നെ. പിന്നെ ദഹിപ്പിക്കലേ രക്ഷയുള്ളൂ. അപ്പൊ കണ്ടൻ അവരോട് പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമോ? അതിൽ ഒരാൾ ചോദിച്ചു, എന്താ കണ്ട? അവിടെ അടുത്തൊരു കുളം കാണുന്നില്ലേ? ആ കുളത്തിലേക്ക് ആ ശവശരീരം ഒന്ന് ഇറക്കി വെച്ച 1 മിനിറ്റ്. എന്നിട്ട് പൊക്കിള വരുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കും. പൊക്കിള എന്താ? കുമിള, അറിയാലോ? കുമിള വരുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുന്നു. ഈ ശവം ചുമന്നിരുന്ന 4 പേര് മുഖത്തോട് മുഖം നോക്കി. എന്താ ചെയ്യേണ്ടത്? ഏതായാലും മരിച്ചു എന്ന് പറഞ്ഞിട്ട് ശവം സംസ്കരിക്കാൻ വേണ്ടി കൊണ്ടിരുന്നല്ലേ. കണ്ടൻ പറയുന്നതൊന്ന് പരീക്ഷിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഏതായാലും അങ്ങനെ ചെയ്തു നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ 4 പേരും കൂടി അടുത്തുള്ള കുളത്തിലേക്ക് ഈ ഗർഭിണിയായ സ്ത്രീ, ഗർഭിണിയാണ് അവർ, മരിച്ച സ്ത്രീ, അവന്റെ ശവശരീരം ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചു. ഒരു നിമിഷം അതാ ഒരു കുമിള മുകളിലേക്ക് വരുന്നു. അവരിൽ ഒരാൾ ഉച്ചത്തിൽ കണ്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, കണ്ട, ഇതാ പൊക്കിള വരുന്നുണ്ടോ? കണ്ടൻ അതിവേഗം തെങ്ങിൽ നിന്ന് താഴെ ഇറങ്ങി അടുത്തുള്ള പറമ്പിലേക്ക് പോയി അവിടെ നിന്ന് ഏതാനും പച്ച ഇലകളൊക്കെ പറിച്ചെടുത്ത് ആ കുളത്തിന്റെ കരയിലുള്ള ഒരു കല്ലിന്മേൽ വെച്ച് ഇടിച്ച് പിഴിഞ്ഞ് അതിനെ നീരെടുത്തു. എന്നിട്ട് ആ സ്ത്രീയെ കരയിലേക്ക് കിടത്താൻ വേണ്ടി പറഞ്ഞു. കിടത്തി ആ ഗർഭിണിയായ മരിച്ചു എന്ന് വിധി എഴുതിയ ആ സ്ത്രീയുടെ ചുണ്ടിലേക്ക് ഏതാനും തുള്ളി ഈ പച്ചമരുന്ന് ഇട്ടിച്ചു കൊടുത്തു. അത്ഭുതം! ഏതാനും നിമിഷങ്ങൾക്കകം ഒരു ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നത് പോലെ ആ സ്ത്രീ എഴുന്നേറ്റ് വന്നു. ഈ സംഭവം നാട്ടിലെങ്ങും പാട്ടായി. ഇപ്പൊ അങ്ങനെയല്ല നമ്മൾ കേൾക്കുക, അല്ലേ? നാട്ടിലെങ്ങും പാട്ടായി. അതിവേഗത്തിൽ ഈ വാർത്ത വരുന്നു. തമ്പുരാൻ മരിച്ചുവെന്ന് വിധി എഴുതിയ ഒരു സ്ത്രീക്ക് കണ്ടൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പുതു ജീവൻ നൽകിയിരിക്കുന്നു. കണ്ടൻ എങ്ങനെ നാട്ടിലെ ഹീറോ ആയി ഒറ്റ ദിവസം കൊണ്ട്. കണ്ടൻ ഒന്നും അറിയാത്ത പോലെ വീട്ടിലേക്ക് പോയി. ഈ വാർത്ത ആരുടെ ചെവിയിലും എത്തിയിട്ടുണ്ടാവണം? തമ്പുരാന്റെ ചെവിയിലും എത്തിയിട്ടുണ്ടാവണം, അല്ലേ? രാത്രിയായി. ഭക്ഷണമൊക്കെ കഴിച്ച് കണ്ടനും ഭാര്യയും കിടന്നുറങ്ങുകയാണ്. രാത്രി കുറെ വൈകിട്ട് വാതിലിൽ ആരോ മുട്ടുന്നു. ഭാര്യ പോയിട്ട് വാതിൽ തുറന്നു. ആരാണെന്ന് ചോദിച്ചു. ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നാണ്, ഒന്ന് കണ്ടൻ വൈദ്യരെ കാണാൻ വന്നതാണ്. ഈ ശബ്ദം കേട്ട് കണ്ടൻ വൈദ്യർ തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നു. ആരാ, എന്താ, എവിടുന്നാന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, വൈദ്യരെ ഒന്ന് ഞങ്ങളുടെ കൂടെ വരണം, അവിടെ ഒരാളെ വിഷം തീണ്ടിയിട്ടുണ്ട്, ഒന്ന് ഞങ്ങളുടെ കൂടെ വരണം. ഓ, അതിനെന്താ, ഞാൻ ഇപ്പൊ വരാം. അവിടെ നിൽക്കുന്നതിന് കണ്ടൻ അകത്തേക്ക് പോയി. ഭാര്യ അദ്ദേഹത്തെ തടഞ്ഞിട്ട് പറഞ്ഞു, പോകരുത്.
എനിക്കെന്തോ അപകടം നടക്കുന്നുണ്ട്, എന്തോ പന്തികേട് തോന്നുന്നു, അതുകൊണ്ട് ഈ അസമയത്ത് നിങ്ങൾ അവരുടെ കൂടെ പോകരുത്. പരിചയമില്ലാത്ത ആളുകളാണ് നിങ്ങളെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നത്, അതുകൊണ്ട് നാളെ രാവിലെ പോകാൻ കണ്ടൻ സമ്മതിക്കുമോ? വിഷം തീണ്ടിയ ഒരാളെ ഉടൻ ചികിത്സിക്കണം, അല്ലെങ്കിൽ പിന്നെ അയാൾ ബാക്കി ഉണ്ടാവും. നാളെ രാവിലെ പോയപ്പോൾ അയാൾ ബാക്കി ഉണ്ടാവും. അതുകൊണ്ട് നീ എന്നെ തടയരുത്, ഒരു അപകടവും വരില്ല, ഒരു പന്തികേടും കാണാനില്ല, ഞാനിതാ ഉടനെ സുരക്ഷിതനായിട്ട് പോയി വരും, നീ വാതിലടച്ച് കിടന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതാണ് കണ്ടൻ. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ആ ലോകം കാണുന്നത് കഴുത്തറുത്ത നിലയിൽ കണ്ടന്റെ ശരീരമാണ് ആ നഗരവും കാണുന്നത്. എന്താ സംഭവിച്ചത്? ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരായിട്ട് അല്ലെ, അക്ഷരം നിഷേധിക്കപ്പെട്ട ആ ഒരു അക്ഷരം സ്വന്തമാക്കിയതിന്റെ പേരിൽ ഒരു സാധാരണ മനുഷ്യൻ, ഒരു താഴ്ന്ന ജാതിക്കാരൻ എന്ത് ചെയ്യപ്പെടുന്നു? കൊല ചെയ്യപ്പെടുകയാണ്. അങ്ങനെയാണ് ആ കണ്ടൻ എന്ന് പറയുന്ന ആ ഒരു ജീവിതം, വിഷകണ്ഠൻ എന്ന് പറയുന്ന തെയ്യമായിട്ട് വടക്കേ മലബാറിൽ പിൽക്കാലത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ തെയ്യത്തിന്റെയും പിന്നിൽ ഇങ്ങനെ ഒരു ചരിത്രമുണ്ട്, ഒരു മിത്തുണ്ട്, ഒരു പുരാവൃത്തമുണ്ട്, ഒരു കഥയുണ്ട് അല്ലേ? ആ കഥകൾ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടറിവ് പഠനം വളരെ പ്രധാനമായിട്ട് മാറുന്നത്. അവിടെ ഒരു ജനതയുണ്ടായിരുന്നു, ആ ജനതയുടെ ജീവിതം ഇങ്ങനെയായിരുന്നു, അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥ ഇങ്ങനെയായിരുന്നു, അന്നത്തെ ഭക്ഷണം ആർക്കായിരുന്നു, അന്നത്തെ വിദ്യാഭ്യാസം ആർക്കായിരുന്നു, അന്ന് ആരൊക്കെയായിരുന്നു എല്ലാ വഴിയിലൂടെയും നടന്നത്, അന്ന് ആരൊക്കെയായിരുന്നു കൈകോർത്ത് പിടിച്ച് നടന്നത്, ആർക്കാണ് ആരെയാണ് കണ്ടുകൂടാതിരുന്നത് അല്ലേ? തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്ന് കുമാരനാശൻ പാടുന്നത് ആ കാലഘട്ടത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് കലാകാരന്മാർ ആ ഒരു കാലഘട്ടത്തിൽ, നമ്മൾ വടക്കേ മലബാറിലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോശക്കാരൊന്നുമല്ല. ഒരു കാലഘട്ടത്തിലെ ജാതി ചിന്തക്കെതിരായിട്ട് വളരെ ശക്തമായ ചോദ്യമുണ്ടായത് 350 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജില്ലയിലെ കാഞ്ഞങ്ങാടിനടുത്ത അഡോട്ടിൽ നിന്നാണ്. നേരത്തെ രാജേഷ് മാഷ് പറഞ്ഞല്ലോ, നാങ്കളെ കൊത്തിയാലും ചോരലേ ചുവറേ, നീങ്കളെ കൊത്തിയാലും ചോരലേ ചുവറേ അല്ലേ? നാങ്കളെ കൊത്തിയാലും ചോര, നീങ്കളെ കൊത്തിയാലും ചോര, പിന്നെ നമ്മൾ തമ്മിൽ എന്ത് വ്യത്യാസമാണ് എന്ന് കൂർമ്മലെഴുത്തച്ഛൻ എന്ന് പറയുന്ന വടക്കേ മലബാറിലെ ഒരു സാധാരണ മനുഷ്യനാണ് പൊട്ടം തെയ്യത്തിന്റെ തോറ്റം എഴുതുന്നത്. നമ്മുടെ കാസർഗോഡ് ജില്ലക്കാർ നമുക്കറിയോ? ഇല്ല. കൂർമ്മലെഴുത്തച്ഛന്റെ ജന്മസ്ഥലം കാഞ്ഞങ്ങാടിനടുത്ത അജാനൂരിലെ അഡോട്ടാണ്. പൊട്ടം തെയ്യത്തിന്റെ തോറ്റത്തിലൂടെ ആ കാലഘട്ടത്തിൽ അധകൃതരായ സാധാരണക്കാരായ മനുഷ്യരനുഭവിച്ച ജീവിത ദുരിതങ്ങൾക്കെതിരായ വലിയൊരു ചോദ്യം ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സംസ്കാരം, നമ്മുടെ ജീവിതത്തിൽ നിന്നാണ് ഈ നാട്ടറിവുകളും നാടൻ കലാരൂപങ്ങളും ഒക്കെ ഉണ്ടായത്. ജീവിതമാണ് പ്രധാനം. ഇവിടെ നോക്കിയാൽ എത്ര സുന്ദരമായിട്ടാണ് നാടൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു അലങ്കാരം നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലെ? എന്തൊക്കെയാണ് ഉപയോഗിച്ച്? വാഴത്തടയുണ്ട്, തിരിയോലയുണ്ട്, ശരിയല്ലേ? ആ തിരിയോല കൊണ്ട് ഉണ്ടാക്കിയ 2-3 കളിപ്പാട്ടങ്ങൾ കണ്ടു, 2-3 തത്തനെ കണ്ടു. ആർക്കാ തത്തനെ ഉണ്ടാക്കാൻ പറ്റും? നിങ്ങളിൽ എത്ര പേർക്ക് അതുപോലെ തത്ത ഉണ്ടാക്കാൻ പറ്റും? നിങ്ങളുടെ നാട്ടറിവിനാണ് പരിശോധിക്കട്ടെ. ഇല്ല, ആർക്കും അറിയില്ല. ഇതാണ് അത്ഭുതം. ഇത് നമ്മൾ പഠിക്കണം. ഒരു കാലത്ത്, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് കളിക്കാനിക ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ബെൽറ്റണും തോക്കും ബോംബും ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കളിച്ചതൊക്കെ ഇതുകൊണ്ടാണ്. അടുത്ത കാലത്ത് ഞാൻ ഇതിനെ കുറിച്ച് ഒരു ലേഖനം എഴുതി, ഓർമ്മയിലെ കളികൾ കളിപ്പാട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട്. വൈലോപ്പിള്ളിയുടെ ഒരു കവിതയുണ്ട് കുട്ടികൾ കളിക്കുന്ന ചില വാഹനങ്ങളെ കുറിച്ച്. കായയേറ്റി കയറേറ്റി കായലൂടെ മെല്ലെ ആളു കയറിപ്പോയിടുന്നു നാളുതോറും വഞ്ചി, കൊല്ലമാലപ്പുഴയിലും കൊച്ചിയിലും എത്താൻ ഭംഗിയോടെ കടലാസിൽ ഞങ്ങൾ തീർക്കും വഞ്ചി. വലിയ ആളുകൾ തോണിക്കറി പോകുന്നത് ഞങ്ങൾ കാണും. അപ്പൊ ഞങ്ങൾ ഉടനെ കടലാസ് തോണിയാക്കിയിട്ട് വീട്ടിന്റെ മുറ്റത്തേക്ക് ഇങ്ങനെ വിടും. കാറിനുള്ളിലേറി ലോകർ ജോറിലങ്ങു പോകെ, 2 മച്ചിങ്ങയും ഈർക്കിൽ തുണ്ടുമിലത്തെല്ലും കൊണ്ടു ഞങ്ങൾ തീർത്ത കൊച്ചു വണ്ടി വലിക്കുമ്പോൾ നൂല് പൊട്ടും ഇലകീറും ഊരി വീഴും ചക്രം. പണ്ട് നമുക്ക് കാറ് കാണുന്നൊക്കെ പറഞ്ഞാലും വലിയ അത്ഭുതം. ഒരു കാറ് കാണുന്നു, നാട്ടിലേക്ക് ഒരു കാറ് വന്നു എന്ന് പറഞ്ഞാൽ ആർക്കോ സൂക്കടായി അർത്ഥം. ഇന്നൊന്നാലോചിച്ചൊക്കെ നാട്ടിലേക്ക് ഒരു കാറ് വന്നു എന്ന് പറഞ്ഞാൽ ആർക്കോ സൂക്കടായി അർത്ഥം. പണ്ട് നാട്ടിലേക്ക് ഒരു കാറ് വന്നു പറഞ്ഞാൽ ആർക്കോ സൂക്കടായി. അതൊരു നാട്ടറിവാണ്. ഇവിടെ കവി പറയുന്നത്, ആളുകൾ ഇങ്ങനെ കാറിൽ കയറി പോകുമ്പോൾ ഞങ്ങൾ കുട്ടികൾ ആ കൗതുകം തീർത്തിരുന്നത് 2 വെളിച്ചിൽ എടുത്തില്ല. വെളിച്ചിൽ എന്ന് പറഞ്ഞാൽ അറിയോ? ഈർക്കിൽ എന്ന് പറഞ്ഞാൽ അറിയോ? പ്ലാവില എന്ന് പറഞ്ഞാൽ അറിയോ? 2 വെളിച്ചിങ്ങയും 1 ഈർക്കിലും 1 പ്ലാവിലും. ഈ 2 ഈർക്കിൽ കൊണ്ട് എന്ത് ചെയ്യും? ഈ വെളിച്ചിങ്ങ 2 അറ്റത്തിങ്ങനെ കുത്തും. എന്നിട്ട് ഈ പ്ലാവില ഈ ഈർക്കിൽ ചുറ്റിയിട്ട് ഇങ്ങനെ മുന്നോട്ട് വെച്ചിട്ട് ഇതിലൊരു കയറ് കെട്ടും. എന്നിട്ടോ ഇതിങ്ങനെ വലിച്ചു കൊണ്ടുപോകും. ഇതായിരുന്നു ഞങ്ങളുടെ കാറ്.
കുറച്ചങ്ങ് ഇങ്ങോട്ട് വലിക്കുമ്പോ തന്നെ നൂല് പൊട്ടും, ഇല കീറും, ഊരി വീഴും ചക്രം. വീണ്ടും അത് എടുത്ത് കടിക്കും നമ്മൾ. നല്ല സുഖം. ഇത് മാത്രമല്ല, ചില ആൾ വിമാനത്തിൽ കയറൂലേ അല്ലേ? വായു വിമാനത്തിലേറി പായും ഓരോ കൂട്ടർ, ദില്ലിയിലും ലണ്ടനിലും ചെല്ലുവാനന്ദസ്സിൽ ആവണക്കിനിലഞ്ഞെട്ടിൻ ദ്രാവകത്തായി ഞങ്ങൾ ഊതിവിടും കുമിളകൾ ഉളിയിട്ടു പൊങ്ങും. ചിത്രവർണ്ണ വിമാനങ്ങൾ പൊട്ടിമായും വേഗം, എങ്കിലും ആർക്കാനുമുണ്ടോ ഞങ്ങളോളം വേണം. വിമാനത്തിൽ പോകുന്ന ആളുണ്ടാവും ചിലപ്പോ. ഒരു വിമാനം കാണാൻ ഓടിച്ചാടി പുറത്തേക്കാകുമ്പോ അപ്പോഴൊക്കെ അത് പോയിട്ടുണ്ടാവും, ഒച്ച മാത്രമേ കേൾക്കൂ. അവര് വിമാനത്തിൽ പോകുമ്പോ നമ്മൾ വിമാനം ഉണ്ടാക്കും. എങ്ങനെയാ വൈലോപ്പിള്ളി പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ആവണക്കിന്റെ ആവണക്കിന്റെ പൊട്ടിച്ച് അതിനുള്ളൊരു ചെറിയ വെള്ളം വരും. അതൊരു പുൽക്കൊടിന്റെ അറ്റത്ത് വെച്ച് നമ്മളിങ്ങനെ ഊതും. അപ്പോഴെന്താവും? നല്ല മനോഹരമായ കുമിള വരും. ഇപ്പൊ നമുക്കത് വാങ്ങാൻ കിട്ടും ഉത്സവ ചന്തയിൽ നിന്ന് 10 രൂപ കൊടുത്തായിരുന്നു. ഞാനിന്ന് എന്റെ മോക്ക് ചന്ത ഇരുന്ന്, ഞാൻ പറഞ്ഞല്ലോ തെയ്യത്തിന് പോയിരുന്നു, അവിടുന്ന് വാങ്ങി കൊടുത്തതാ 2ാം ക്ലാസ് പഠിച്ചത്. കുമിള പണ്ട് നമ്മൾ കുമിള ഉണ്ടാക്കി ആവണത്തിന്റെ അല്ലെങ്കിൽ തൊട്ടാവാടിയുടെ ഇടയിൽ നിന്ന് വരുന്ന ഈ ചെറിയ ദ്രാവകം ഈ പുല്ലിന്റെ അറ്റത്ത് വെച്ച് നേരെ ഊതി വിടും. ആ വിമാനത്തെക്കാളും അടിപൊളി വിമാനമായിട്ട് ഞങ്ങൾക്ക് അത് തോന്നിയിരുന്നു. ഇപ്പോഴും റിമോട്ടിന്റെ ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് പറക്കുന്ന വിമാനങ്ങളാണ്. എത്ര വില? 500, 1000 ഒക്കെയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഓരോ പിറന്നാളിനും വരുന്നത്. വീട്ടിലാണെങ്കിൽ ഒരു റൂം നിറച്ചു കളിപ്പാട്ടാണ്, ഒന്നിനും കൊള്ളാതെ പ്ലാസ്റ്റിക് മാലിന്യമായിട്ട് അത് മാറി. ശരിയല്ലേ? എന്താ നമ്മുടെ നാട്ടറിവിനുള്ള ഒരു ഗുണം? അത് പ്രകൃതിക്ക് ദോഷം ചെയ്യുന്നില്ല, അത് നമ്മുടെ ജീവിതത്തിന് ദോഷം ചെയ്യുന്നില്ല, നമ്മുടെ അന്തരീക്ഷത്തിന് ദോഷം ചെയ്യുന്നില്ല, നമ്മുടെ മനസ്സിനും ദോഷം ചെയ്യുന്നില്ല. ഉണ്ടോ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ നാട്ടറിവുകളുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നാം കൊണ്ടു നടന്നിരുന്ന മുന്നോട്ട് കൊണ്ടുവന്നിരുന്ന പല അറിവുകളും നന്മകളും നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. അത് നമുക്ക് തിരിച്ചു പിടിക്കണം. അടുത്തതായിട്ട് ഞാൻ നിർദ്ദേശിക്കുന്ന ഒരു പരിപാടി, നാടൻ കളിപ്പാട്ട നിർമ്മാണത്തിൽ കുട്ടികൾക്ക് ഒരു പരിശീലനം കൊടുക്കണം. കുരുത്തോലക്കളരി നാടൻ കളിപ്പാട്ടങ്ങൾ കുട്ടികൾ നിർമ്മിക്കട്ടെ. ഈ കളിപ്പാട്ടം നിർമ്മിക്കുമ്പോൾ അതിൽ കണക്ക് വരുന്നുണ്ട്, അതിൽ സയൻസ് വരുന്നുണ്ട്, അതിൽ സൂക്ഷ്മത വരുന്നുണ്ട്, അതിൽ അളവുകൾ വരുന്നുണ്ട്, അതില് കലാപരമായ കഴിവുകൾ വരുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു പഴയ കാലമൊക്കെ പോയി. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ബാറ്റും ബോളും സ്റ്റമ്പും. ആരോ കൊല്ലാൻ നിൽക്കും പോലെ നിൽക്കുന്നു. അതിലൂടെ പോവാൻ തന്നെ പേടിയാവും. നമ്മുടെ കാലം ഇങ്ങനെ മാറിക്കഴിഞ്ഞു, നമ്മുടെ മനോഭാവം മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെയൊക്കെ തിരിച്ചു പിടിക്കണം. നാടിന്റെ ചികിത്സയുണ്ട്, നാടൻ ചികിത്സ, ഇതൊക്കെ ഫോക്ലോറിന്റെ ഭാഗമാണ്. കലകളെ കുറിച്ച് ഇവിടെ കുറേയേറെ കാര്യങ്ങൾ പിന്നീട് വരും. ഞാൻ വ്യത്യസ്തമായ നാട്ടറിവുകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. നാടൻ ചികിത്സയുണ്ട്. പഴയ ആളുകൾക്കൊക്കെ അറിയാം, കൈ മുറിഞ്ഞാൽ ഉടനെ നമ്മൾ തെങ്ങും പറ്റിയിട്ട് പോകും. തെങ്ങിന്റെ ആ ഒരു മട്ടലിന്റെ ഓരത്തുള്ള ഒരു വെളുത്ത സാധനമുണ്ട്, അതിങ്ങനെ ചിരണ്ടി നഖത്തോണ്ട് എടുത്തിട്ട് ആ മുറിഞ്ഞ സ്ഥലത്ത് വെക്കും. പിറ്റേ ദിവസത്തേക്ക് ഒന്നും നോക്കണ്ട, മുറിവ് ഉണങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ആ ഇല ഇടിച്ചു പിഴിഞ്ഞ് അവിടെ തേക്കും. ഇല്ലേ? ഇതൊക്കെ നാട്ടറിവാണ്, നാട്ടു ചികിത്സാ വിധികളായിരുന്നു. നാടൻ ഭക്ഷണം ഒന്നും ആർക്കും വേണ്ട. കുഞ്ഞിന് മാഷിന്റെ ഒരു ലേഖനമുണ്ട്, താളും തകരയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിന് മാഷ പഠിച്ചിട്ടുണ്ടോ? ഇപ്പൊ എല്ലാവർക്കും എന്താ വേണ്ടത്? പൊറോട്ട. നമ്മുടെ ദേശീയ ഭക്ഷണം പൊറോട്ടയാണ്. രാവിലെ ഒരു 3 പൊറോട്ട എന്നാൽ അവിടെ സിമെന്റ് ഇട്ട് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചു. പിന്നെ രാത്രി 3 മണിയെ ഒന്നും വേണമെന്നില്ല. നമ്മുടെ വാഴയാണ് ഇവിടെ ഉള്ളത്. വാഴയുടെ കാമ്പ്, കൂമ്പ്, കണ്ട, വാഴയുടെ കായ, ഇല്ലേ? ഇതാരെങ്കിലും തിന്നാറുണ്ടോ? എത്ര പേരുടെ വീട്ടിൽ നല്ല പച്ചക്കറി കൃഷിയുണ്ട്? യെസ്, വെരി ഗുഡ്. കൈകാണിക്കാണ്. നമ്മളിവിടെ സംസ്കാരം എന്ന് പറയുന്ന വാക്ക് പറഞ്ഞു. എന്താ സംസ്കാരം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. എവിടുന്നാണ് സംസ്കാരം എന്ന അർത്ഥത്തിലുള്ള കൾച്ചർ എന്ന വാക്ക് വന്നത്? കൾച്ചർ എന്ന വാക്ക് വരുന്നത് അഗ്രികൾച്ചർ എന്ന് പറയുന്ന മറ്റൊരു വാക്കാണ്. എന്താ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ? കൃഷി. ഇപ്പൊ എന്തായി? കൃഷി ഇല്ലാതെ ആയിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് അഗ്രികൾച്ചർ തീരെയില്ല, കൾച്ചറും തീരെയില്ല നമുക്ക്. അല്ലേ? എവിടെയെങ്കിലും നോക്കിയാൽ വയൽ കാണാനുണ്ടോ? വയൽ കാണുന്നുണ്ടെങ്കിൽ ഇതാ കുരിപ്പുഴ ഒരു കവിതയും പറയുന്നുണ്ട്. പഠനയാത്ര വിദൂരദേശത്തേക്ക് വയലു കാണുവാൻ പോകുന്നു കുട്ടികൾ. ഞങ്ങൾ മാഷന്മാര് കുട്ടികളെ കൊണ്ട് സ്റ്റഡി ടൂർ പോകും. നിങ്ങളൊക്കെ പോകാറില്ലേ? ഒരു 4-5 കൊല്ലം കൂടി കഴിയട്ടെ, രാജപുരത്ത് നിന്ന് ടാഗോർ സ്കൂളിലെ കുട്ടികള് വയൽ കാണാൻ വേണ്ടി എങ്ങോട്ട് പോകേണ്ടി വരും? ഷൊർണൂരിലോ ഒറ്റപ്പാലൊക്കെ പോകേണ്ടി വരും. അവിടെ വരമ്പിന്റെ ബസ് ഇറങ്ങിയിട്ട് റോഡരികിൽ നിന്ന് രാജേഷ് മാഷ് നിങ്ങളോട് പറയും, മക്കളെ ആ കാണുന്നതാണ് വയൽ, ഫോട്ടോ എടുത്ത് വെച്ചോ, അടുത്ത പ്രാവശ്യം വരും ഇതും കാണുന്നത്. അല്ലേ? വയലുകളില്ല. ഞാൻ പറഞ്ഞു വരുന്നത്
സംസ്കാരം, ഞാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പാട്ടുകൾ, നാടൻ സംസ്കൃതിയുടെ അടിസ്ഥാനപരമായ ഇടമെന്ന് പറയുന്നത് നമ്മുടെ കൃഷിയിടങ്ങളാണ്. നമ്മുടെ ഭാഷ, നമ്മുടെ വേഷം, നമ്മുടെ ആചാരം, നമ്മുടെ അനുഷ്ഠാനം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനോഭാവം, ഇതൊക്കെ രൂപപ്പെട്ടു വന്നിരുന്നത് എങ്ങനെയാ? കൃഷിയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളിൽ നിന്നാണ്. ആ അനുഭവങ്ങൾ നമ്മുടെ തലമുറക്ക് ലഭിക്കാതെ പോകുമ്പോൾ, നാം എല്ലാം വില കൊടുത്ത് വാങ്ങുമ്പോൾ നമുക്ക് ഈ മണ്ണിനോട് സ്നേഹമില്ലാതാവുന്നു, നമ്മളോടൊപ്പം പഠിക്കുന്ന നമ്മുടെ കൂട്ടുകാരോട് സ്നേഹമില്ലാതാവുന്നു, നമ്മുടെ വീട്ടുകാരോടും നാട്ടുകാരോടും നാം ചവിട്ടി നിൽക്കുന്ന മണ്ണിനോടും നമുക്ക് തീരെ ഇഷ്ടമില്ലാതെ പോകുന്നു. പ്രകൃതിയിലെ മടിത്തട്ടിലാണ് നമ്മൾ വളർന്നത് അല്ലെ? ഇപ്പൊ എന്തായി പ്രകൃതി എന്ന് പറഞ്ഞാൽ കുന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോറി കൊണ്ടുപോകാനുള്ള സാധനം അല്ലെ? പ്രകൃതിയിൽ നിന്നാണ് മനുഷ്യൻ ജീവിതം പഠിച്ചത്. ആ പ്രകൃതിയിൽ നിന്നാണ് അവന്റെ ജീവിതത്തിന് വേണ്ടുന്ന ആവശ്യങ്ങളൊക്കെ അവൻ നിറവേറ്റിയത്. ആ പ്രകൃതിയാണ് അവൻ ആശ്വാസവും സാന്ത്വനവും ഒക്കെ ആയിട്ട് മാറിയത്. ആ പ്രകൃതി ഇപ്പോഴും മനുഷ്യന് പണമുണ്ടാക്കാനുള്ള സാധനമായിട്ട് മാറി. ഇതാണ് പുതിയ കാലം. നമ്മൾ പഴയ കാലത്തെ കുറിച്ച് പറയുമ്പോൾ പുതിയ കാലത്ത് നാം എങ്ങനെ ജീവിക്കുന്നു എന്നുകൂടി ആലോചിക്കണം. കുന്നുകളൊക്കെ ഇപ്പോൾ റോഡ് പണിക്ക് പോകുന്നു, കരയുന്ന വീടുകളെ ഉറക്കി കിടത്തിക്കൊണ്ട് എന്നൊരു കവി പറയുന്നത്. പണ്ട് നമ്മൾ എന്താ കണ്ടിരുന്നറിയോ? കുന്നു കയറി പോകുന്ന ലോറികൾ കണ്ടിരുന്നു. ഇപ്പോഴോ ലോറി കയറി പോകുന്ന കുന്നുകൾ. ശരിയല്ലേ? പണ്ട് നമ്മൾ കണ്ടത് എന്താ? കുന്നു കയറി പോകുന്ന ലോറികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്നത് ലോറി കയറി പോകുന്ന കുന്നുകൾ. ലോറിയിലൊക്കെ കയറിയിട്ട് പോവുക കുന്നുകൾ ഇങ്ങനെ ദിവസം കഴിയുന്നു. ആരാ ഇതിനൊക്കെ മാന്തി പൊളിക്കുന്നത്? ആ JCB. നമുക്ക് ഇഷ്ടപ്പെട്ട ആളല്ലേ ഇപ്പോഴും? നമ്മുടെ ദേശീയ മൃഗമല്ലേ? കുന്നിടിച്ചു നിരത്തുന്ന യന്ത്രമേ, മണ്ണുമാന്തി എടുക്കുന്ന കൈകളിൽ പന്തുപോലൊന്നു കിട്ടിയാൽ നിർത്തണേ, ഒന്നു കൂവി വിളിച്ചറിയിക്കണേ. പണ്ടു ഞങ്ങൾ കുഴിച്ചിട്ടതാണെടോ പന്തു കായ്ക്കും മരമായി വളർത്തുവാൻ. തന്റെ വീട്ടുമുറ്റത്തെ കുന്ന് ഇങ്ങനെ പറിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ഒരു പഴയ മനുഷ്യന്റെ വേവലാതി. ആ യന്ത്രത്തോട് പറയാണ് ഈ മനുഷ്യൻ, യന്ത്രമേ, ഇങ്ങനെ മാന്തി പൊളിച്ച് ആ കുന്നിനെ നീ കൊണ്ടുപോകുന്നതിനിടയിൽ എങ്ങാനും ആ കുന്നിന്റെ അടിയിൽ നിന്ന് ഒരു ഉരുണ്ട പന്ത് കിട്ടുകയാണെങ്കിൽ ഒന്ന് എന്നെ വിളിക്കണേ, ഒന്നൊരു മിസ് കോൾ അടിക്കണേ എനിക്ക്. എന്തിനാ? പണ്ട് ഞാനും എന്റെ കൂട്ടുകാരും ഓടിച്ചാടി കളിച്ചു നടന്നൊരു കുന്നാണ്. അവിടെ ഞങ്ങളൊരു പന്ത് കുഴിച്ചിരുന്നു. എന്തിനാ? ആ പന്ത് വളർന്ന് വലിയ മരമായിട്ട് മാറാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഓർമ്മകളെ പോലും കവർന്നെടുത്തു കൊണ്ടുപോകുന്ന പുതിയ നാഗരികതയുടെ വലിയ ചില കൈകൾ നമ്മളെ ആകെ കഴുത്തു ഞെരിച്ച് കൊല്ലുന്നു. പുഴയുടെ അവസ്ഥ എന്താ? പുഴവെള്ളത്തെ തച്ചു കൊന്ന് കുപ്പിയിലാക്കി കെട്ടിത്തൂക്കിയ പെട്ടിക്കൈകൾ. ഇതൊരു കവിതയാണ്. പുഴവെള്ളത്തെ തച്ചു കൊന്ന് കുപ്പിയിലാക്കി കെട്ടിത്തൂക്കിയ പെട്ടിക്കടകൾ. താഴെ ഇറങ്ങിയ റോഡുമ്പോ കാണാം. ഏതാ വെള്ളം? കുപ്പിവെള്ളല്ലേ? ഒരു 5 കൊല്ലം കൂടെ കഴിയട്ടെ. ഞാനിപ്പോ വയലിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞല്ലോ. ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ അമ്മ രാവിലെ എണീച്ചോടെ പറയും, മോളോട്, മോളെ ടൗണിൽ പോയിട്ട് 5 കുപ്പി വെള്ളം മേടിച്ചിട്ട് വാ, നിനക്ക് കുളിക്കണ്ടേ? ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ടൂർ പോകുമ്പോഴാണ് ഒരു കുപ്പി വെള്ളം മേടിക്കാൻ പോയിരുന്നത്. ഒരു 5 കൊല്ലം കൂടെ കഴിഞ്ഞാൽ രാവിലെ എണീച്ചോടെ അമ്മ പറയും, ആ നിനക്ക് നാട്ടിൽ കുളിക്കാൻ ഒരു 10 കുപ്പി തന്നെ കുളിച്ചു. ഇങ്ങനൊരു കാലം വരാനിരിക്കുന്നു. പ്രകൃതിയെ മനുഷ്യന്റെ കീശലിപ്പിക്കാൻ വേണ്ടിയിട്ട്, സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് വളരെയധികം ഉപദ്രവിക്കുന്നതിന്റെ ഫലമായിട്ട്, നശിപ്പിക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ ഭാവിയെ കുറിച്ച് വലിയ ചില ഉത്കണ്ഠകൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ചരിത്രത്തെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തെ കുറിച്ച്, നാം നടന്നു വന്ന വഴികളെ കുറിച്ച്, നമ്മുടെ സംസ്കാരത്തെ കുറിച്ച്, നമ്മുടെ കലകളെ കുറിച്ച് കൃത്യമായ ഓർമ്മയും ബോധവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ തരത്തിലുള്ള മോശപ്പെട്ട ചിന്താഗതികളിൽ നിന്നും മാറി നടക്കാൻ വേണ്ടി കഴിയും. ആ ഒരു ഓർമ്മകളിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. ഒരു ചിത്രം, ഒരു ദൃശ്യം ഇല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിശപ്പ്. പഴയ മനുഷ്യർക്ക് വിശപ്പാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് ഇല്ലാത്തത് വന്നില്ല, വിശപ്പില്ല. കാരണം നമ്മൾ നിരന്തരം തിന്നുകൊണ്ടിരിക്കുകയാണ്. വിശപ്പിനെ കുറിച്ചൊരു ഒരു പാട്ട്, നാടൻ പാട്ട് വടകര ഭാഗത്തുണ്ട്. ചക്ക കണ്ടിട്ടില്ലേ? ചക്ക ഇവിടെ നമ്മുടെ നാട്ടിൽ ധാരാളം. ഇപ്പൊ ആർക്കും ചക്ക തിന്നാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. ഇഷ്ടമാണോ? മഴ പെയ്ത് എങ്ങോട്ടും ഇഞ്ഞൂടാ, എന്തിര് മഴയത്, നെടുങ്കണ്ടം നിറഞ്ഞിട്ട്, നെടുങ്കണ്ടം നിറഞ്ഞിട്ട്. 2 പ്ലാവുകളില് 2 എണ്ണം പോയി, അല്ലെങ്കിൽ ഒരു നല്ല ചക്ക പറിക്കനും, ചക്ക പറിക്കനും. ഇതൊരു പഴയ നാടൻ പാട്ടാണ്. ഈ നാടൻ പാട്ടിൽ പറയുന്നത് വിശന്ന് കരിഞ്ഞ വയറുമായിട്ടിരിക്കുന്ന മനുഷ്യരാണ്. വീട്ടു വളർത്തുന്ന പ്ലാവുണ്ട്. പക്ഷെ അതൊക്കെ എന്ത് ചെയ്തു? ഈ ദാരിദ്ര്യത്തിന്റെ നടുവിൽ വിറ്റുപോയി.
മഴ കൊണ്ട് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഒരു ജീവിതാവസ്ഥ, ദുരിതകരമായ ഒരവസ്ഥ. അപ്പൊ വിശപ്പ് ഒരു വലിയ പ്രശ്നമായിരുന്നു. അരിയില്ലാഞ്ഞിട്ട് എന്ന് പറയുന്ന വൈലോപ്പിള്ളിയുടെ കവിത വായിച്ചിട്ടുണ്ട്. അരിയില്ലാഞ്ഞിട്ട് എന്ന് പറയുന്ന കവിത വായിക്കാറുണ്ടോ? കഥ വായിക്കാറുണ്ടോ? ഇതൊക്കെ വായിക്കണം. കവിതയും കഥയുമാണ് അല്ലെങ്കിൽ സാഹിത്യമാണ് നമുക്ക് പഴയ കാലത്തിലേക്ക് സഞ്ചരിക്കാനുള്ള ഏറ്റവും ശക്തമായ മാർഗം തുറന്നിടുന്നത്. പഴയ മനുഷ്യർ എങ്ങനെ ജീവിച്ചിരുന്നു. അരിയില്ലാഞ്ഞിട്ട് മരിച്ചുപോയ മനുഷ്യനെ കുറിച്ച് കവി പറയും, നമ്മൾ ഞെട്ടിപ്പോകും. അരിയില്ലാതെ കഞ്ഞിവെള്ളം കുടിക്കാതെ ഒരു മനുഷ്യൻ മരിച്ചു പോകാനോ എന്ന് നമ്മൾ ആലോചിക്കും. അതിലവസാനം ആ സ്ത്രീ മരിച്ചയാളുടെ ഭാര്യയിൽ നിന്ന് കിട്ടുന്ന ഒരു മറുപടി നമ്മളെ ഞെട്ടിക്കും. എന്താ പറയുന്നത് അറിയോ? കരയുന്നതിനിടക്കോതിനാൾ കുടുംബിനി അരിയുണ്ടെന്നാൽ അങ്ങോരന്തരിക്കുകയില്ലല്ലോ എന്ന്. ഒരുപിടി അരി ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ആ പാവം മരിച്ചു പോകില്ലായിരുന്നു എന്ന ആ കവിതയുടെ ഒടുക്കം ആ സ്ത്രീ പറയുന്നുണ്ട് ആ വീട്ടിലെ ഒരാളോട്. പുതിയ കാലം നമ്മൾ ഒരുപാട് സമൃദ്ധിയിൽ, ഒരുപാട് ആഹ്ലാദങ്ങളിൽ, ഒരുപാട് സൗകര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ നാം മറന്നു പോകുന്ന പഴയ ജീവിതത്തിന്റെ തുടിപ്പുകൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന ഒരുപാട് കലാരൂപങ്ങളിലൂടെ നാം മനസ്സിലാക്കും. അതിനൊരു തുടർച്ച ഉണ്ടാകണം നമുക്ക്. നാടനീണങ്ങൾ, നാടൻ താളങ്ങൾ, ഇല്ലേ, നാട്ടറിവുകൾ, നാട്ടുരുചികൾ, നാട്ടു ചികിത്സാവിധികൾ, നാടൻ കളിപ്പാട്ട രീതികൾ, നാടൻ കളികൾ, ഇതൊക്കെ തന്നെ നമ്മുടെ സംസ്കൃതിയുടെ ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഫോക്ലോർ എന്ന് പറയുക. ഒരു ജ്ഞാന പദ്ധതിയാണ് ഫോക്ലോർ എന്ന് പറയുന്നത്. നമ്മുടെ സമഗ്രമായ ജീവിത അനുഭവങ്ങളൊക്കെ ചേർന്ന ഒരു പഴയ പാരമ്പര്യം നമുക്കുണ്ട്. ആ പാരമ്പര്യത്തിലെ ഓരോ വഴികളിലായിട്ട് നമുക്ക് സഞ്ചരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ കളിപ്പാട്ടങ്ങൾ, നാട്ടറിവുകൾ, നാടൻ കറികളെ കുറിച്ചുള്ള ഒരു അന്വേഷണം. ഓരോ കുട്ടിയും വീട്ടിലുള്ള പഴയ ആളുകളിൽ നിന്ന് പണ്ടത്തെ ഒരു വിഭവം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ച് എഴുതി മനസ്സിലാക്കി വരിക. ഒരു പുസ്തകമാക്കാൻ നമുക്ക് നാട്ടുഭക്ഷണത്തിന്റെ ഒരു പതിപ്പാക്കാൻ വേണ്ടി കഴിയും. നാടൻ കളിപ്പാട്ടങ്ങളിലെ ഒരു പ്രദർശനം നമുക്ക് നടത്താം. നാടൻ കളി മേള നടത്താൻ ഇതിന്റെ ഭാഗമായിട്ട്. നാടൻ ചികിത്സാ പദ്ധതികൾ, നമ്മുടെ നാട്ടിലുള്ള പഴയ മനുഷ്യർക്ക് അറിയുന്ന ചില ചികിത്സകൾ, മുറിഞ്ഞാൽ, വയറിളക്കം വന്നാൽ, വയറുവേദന വന്നാൽ, കണ്ണിന് സുഖം വന്നാൽ, കാലുവേദന വന്നാൽ, കാലുളുക്കിയാൽ, ഇതിലൊക്കെ പഴയ മനുഷ്യർ ചെയ്തിരുന്ന നാട്ടു ചികിത്സകളുണ്ട്. അതൊക്കെ നമുക്ക് ഓരോരുത്തരായിട്ട് നമ്മുടെ വീട്ടിൽ നിന്നോ അടുത്ത വീടുകളിൽ നിന്നോ ശേഖരിക്കാൻ വേണ്ടി കഴിയും. ഇങ്ങനെയൊക്കെ ശേഖരിക്കുമ്പോൾ അത് നമ്മുടെ ഒരു പഠനമായിട്ട് മാറുന്നു. നമ്മുടെ ഭാഷയിൽ നിന്ന്, നമ്മുടെ സംസ്കാരത്തിൽ നിന്നും കൈമോശം വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വാക്കുകൾ. ഇപ്പൊ പൊഞ്ഞേറ് അറിയോ? പൊഞ്ഞേറ് എന്ന് പറഞ്ഞാൽ പൊഞ്ഞേറ് എന്ന് പറഞ്ഞാൽ എന്താണ്? സങ്കടം. ഇവിടെ വലിയ അർത്ഥത്തിലുള്ള ഒരു സങ്കടം എന്നല്ല, ഒരു വളരെ നാടനായിട്ടൊരു പ്രയോഗമാണ്. നമ്മുടെ നാട്ടിലെ നെഹ്റു കോളേജിലെ കുട്ടികൾ ഒരു 4-5 വർഷം മുമ്പ് അവരൊരു നാട്ടുഭാഷാ നിഘണ്ടു ഉണ്ടാക്കി. അതിന്റെ പേര് പൊഞ്ഞേറ് എന്നായിരുന്നു. പൊഞ്ഞേറ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയുന്നില്ലേ? ഒരു വീടിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാവുന്ന ഒരു പേജാണ്. നമ്മൾ 2 ദിവസം വീട്ടിൽ നിന്ന് വിട്ടു, അല്ലെ? നമ്മുടെ വീട്ടിൽ ഒരു 2-3 ദിവസം ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് പോയപ്പോ ഓള് പോയിട്ട് വല്ലാണ്ട് പൊഞ്ഞേറാവുന്നതാ, അല്ലേ? പറഞ്ഞു. ഈ തരത്തിൽ നമ്മുടെ ഭാഷയിൽ നിന്ന് കൈമോശം വരുന്ന, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് കൈമോശം വരുന്ന ഒരുപാട് പദങ്ങൾ നമ്മുടെ സംസ്കാരവുമായിട്ടും നമ്മുടെ ജീവിതവുമായിട്ടും ബന്ധപ്പെട്ട് നമുക്കുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കണം. ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ കുട്ടികൾ ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് തന്നെ നടത്താൻ ശ്രമിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർ പഠന സാധ്യത കൂടി ഉണ്ടാകുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത് വളരെ മഹത്തായ ഒരു സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു മണ്ണാണ്. ഇത് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത്ര അറിയില്ല. ഞാനിപ്പോൾ ഒരാളെ കുറിച്ച് പറഞ്ഞു, കൂർമലെടുത്തച്ഛൻ, അല്ലെ? പൊട്ടംതെയ്യത്തിന്റെ തോറ്റത്തിലൂടെ വലിയ ചില ചോദ്യങ്ങൾ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരായിട്ട് തൊടുത്തുവിട്ട ഒരു വലിയ മനുഷ്യൻ. വിദ്വാൻ പി കേളുനായരെ കുറിച്ച് കേട്ടിട്ടോ? നാടകം എന്ന് പറയുന്ന കലാരൂപത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ വലിയ ആയുധമായിട്ട് ഉപയോഗിച്ച ഒരു വലിയ എഴുത്തുകാരൻ വിദ്വാൻ പി കേളുനായർ. സ്മരിപ്പിൻ ഭാരതീയരെ, നമിപ്പിൻ മാതൃഭൂമിയെ, മുലപ്പാൽ തന്നൊരമ്മയെ എന്നാളും മറക്കാമോ? ത്യജിപ്പിൻ ജാത്യഭിമാനം, ഭജിപ്പിൻ ഐക്യസോപാനം, ധരിപ്പിൻ ശുദ്ധമാം ഖാദി, ഇതൊന്നേ സ്ഥിതിഭേദി. തന്റെ നാടകങ്ങളിലൂടെ ദേശാഭിമാനം, ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് കെട്ടിക്കാനുള്ള സമരാവേശം ഉണ്ടാക്കാൻ പരിശ്രമിച്ച വിദ്വാൻ പി കേളുനായർ നമ്മുടെ കവിയാണ്, നാടകകൃത്താണ്. മഹാകവി പി കുഞ്ഞിരാമൻ നായർ കേട്ടില്ലേ? മഹാകവി പിയെ കുറിച്ച് കേട്ടില്ലേ? കവിത കൊണ്ടും ജീവിതം കൊണ്ടും നമ്മളെ വിസ്മയിപ്പിച്ച കവി. നമ്മുടെയൊക്കെ ജീവിതത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? പഴയ കാലത്തെ ആ വരാനിരിക്കുന്ന കാലത്തെ കുറിച്ച് കവികൾ പറയുന്നുണ്ട്. പെറ്റ പശുവിനെ കെട്ട വിലക്ക് വിറ്റ് നിങ്ങൾ പാൽക്കെട്ടിക്ക് വില പേശും. ഈ അന്ന് പറയാണ്, പെറ്റ പശുവിനെ കെട്ട വിലക്ക് വിറ്റ് നിങ്ങൾ ബേക്കറി പോയിട്ട് പാൽക്കെട്ടി പേട മേടിച്ചു.
ചെന്തങ്ങിന്റെ ചുവട്ടിൽ ഇരുന്ന് നിങ്ങൾ സോഡാ കുടിക്കും. ശരിയല്ല? നമ്മളിപ്പോ അങ്ങനെയല്ലേ ചെയ്തു അല്ലെ? നമ്മൾ ആരും പശുവിനെ വളർത്തുന്നില്ല, നമ്മൾ മിൽമയാണ് കണി കാണുന്ന നന്മ അല്ലെ? പേടയാണ് നമ്മൾ തിന്നുന്ന പാല് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. ചെന്നങ്ങിന്റെ ചുവട്ടിലാണ് നിൽക്കുന്നെങ്കിലും നമുക്ക് ഇഷ്ടം കോളയാണ്, ഫ്രൂട്ടിയാണ് അല്ലെ? ഫ്രൂട്ടിയെ കുറിച്ച് അടുത്ത കാലത്ത് വന്ന വാർത്ത എന്താ? അതിലൊരു ചത്ത പാമ്പ് ഉണ്ടായിരുന്നു എന്നാണ്. എന്നാലും നമുക്ക് കുടിക്കാട്ടോ. അച്ഛനും മകളും കൂടി ഒരു തീവണ്ടി ഇങ്ങനെ ടൗണിൽ നിന്ന് യാത്ര വരുന്ന ഒരു കവിതയുണ്ട് മലയാളത്തിൽ, അതുകൊണ്ട് പറഞ്ഞാൽ അവസാനിപ്പിക്കാം. 5 മിനിറ്റ്. അച്ഛനും മകളും കൂടി, അച്ഛൻ പണ്ട് നാട്ടിൽ ജീവിച്ചു. ഓടുന്ന തീവണ്ടി തഞ്ചാലകം വഴിതാ ഞാൻ മൂളിപ്പറക്കുന്നു മാമ്പഴക്കാലം തേടി കുതിച്ചാലും കാലങ്ങളിൽ മുറിഞ്ഞാൽ പഴച്ചാറ് പൊടിക്കും ബാല്യങ്ങളിൽ. അച്ഛന്റെ കുട്ടിക്കാലം. എന്താ അച്ഛന്റെ വേഷം? ചെറുപ്പത്തിൽ എത്ര വലിച്ചു മുകളിലോട്ട് കയറ്റിയാലും ഊരി താഴേക്ക് വീഴുന്നൊരു ട്രൗസർ, വേറൊന്നുമില്ല. ഞാനും എന്റെ വീടും എന്റെ സമ്പത്തും എന്റെ കുടുംബവും എന്റെ പണവും എന്റെ സൗഭാഗ്യങ്ങളും എന്ന രീതിയിലേക്ക് നമ്മളൊക്കെ നമ്മുടേതായ ജീവിതത്തിലേക്ക് ചുരുങ്ങി പോകുമ്പോൾ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമില്ലാത്തതിനൊക്കെ നാം വലിച്ചെറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നമുക്ക് അമ്മയും വേണ്ട, അച്ഛനും വേണ്ട. അതുകൊണ്ട് എന്തായി? വൃദ്ധസദനങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപകമാകുന്നു. എല്ലാത്തിനെയും ചേർത്ത് പിടിക്കാൻ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ സമഗ്രതയാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ആ പഴയകാല ജീവിതത്തിൽ നിന്നും നമുക്ക് കിട്ടേണ്ട പാഠങ്ങൾ വേണ്ടത്ര ലഭിക്കാത്തത് കൊണ്ടാണ് പുതിയ തലമുറ ഇത്രയധികം ജീവിതവുമായി ബന്ധമില്ലാത്ത ഒരുപാട് വഴികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. That was a very, very wonderful lecture that we have received. Very interesting, very informative. I hope we have enjoyed this. Have we enjoyed? Yes! You are more energized, isn't it?